بسم الله الرحمن الرحيم عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അള്ളാഹുവിൽ തഖ്വയുള്ളവരാകണമേ എന്ന് എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനിരിക്കുന്ന വിഷയം അൽ ഇജ്മാഉ വൽ ഖിയാസ് എന്നുള്ളതാണ്. ഇജ്മാഉം ഖിയാസും മനസ്സിലാകുന്ന ഒരു സമയത്തിലല്ല നമ്മളുള്ളത്. ശരിക്കും ഫിഖ് തന്നെ ഉച്ചതിരിഞ്ഞ സമയത്ത് ക്ലാസ് എടുക്കൽ കുറവാണ്. ഇത് ഫിഖിൻ്റെ ഉസൂലാണ്, കർമ്മശാസ്ത്രത്തിൻ്റെ നിദാനശാസ്ത്രമാണ്. അത് ഈ ഒരു സമയം പ്രത്യേകിച്ച് നല്ല ഒരു സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചിരിക്കുന്ന ഈ വേദിയിൽ അലല്ലാ കോളേജുകളിലൊക്കെ പഠിച്ചവർക്കറിയാം ഉസൂൽ ഫിഖ് മനസ്സിലാക്കണം നയിപ്പ്. അപ്പോൾ നമ്മളൊരു ഈ അവതരണത്തിൽ ഞാൻ ചരിത്രങ്ങളിലൂടെ പോകാം ഇൻഷാ അല്ലാഹ്. അതിൽ ഇജ്മാഉമായി ബന്ധപ്പെട്ടും ഖിയാസുമായി ബന്ധപ്പെട്ടും അതിൻ്റെ പ്രാമാണികത, പ്രായോഗികത, പ്രാധാന്യം ഇവകൾ കൊണ്ട് തെളിവെടുക്കുന്നതിൻ്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങൾ
മനസ്സിലാക്കുവാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പ്രമാണങ്ങൾ നിദാനശാസ്ത്ര പണ്ഡിതന്മാരുടെ ഭാഷ്യത്തിൽ അഭിപ്രായ ഐക്യമുള്ള പ്രമാണങ്ങളുണ്ട്, അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന പ്രമാണങ്ങളുണ്ട്. അതിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇജ്മാഉം ഖിയാസും അഭിപ്രായ ഐക്യമുള്ള പ്രമാണങ്ങൾ എന്നതിലാണ് എണ്ണപ്പെടാറുള്ളത്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇജ്മാഇൻ്റെയും ഖിയാസിൻ്റെയും വിഷയത്തിലില്ല എന്നുള്ളതല്ല, പക്ഷേ അത് പരിഗണനീയമല്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല ഇന്നി ഊതീതുൽ ഖുർആന വ മിസ്ലഹു മഅഹു, അറിയുക എനിക്ക് ഖുർആൻ നൽകപ്പെട്ടു, ഖുർആന് തുല്യമായതും നൽകപ്പെട്ടു. അപ്പോൾ ഖുർആൻ നൽകപ്പെട്ടതുപോലെ തന്നെ തിരുനബിക്ക് ഖുർആന് തുല്യമായതും നൽകപ്പെട്ടിട്ടുണ്ട്. അത് സുന്നത്താണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വലൻ യതഫറഖ ഹത്താ യരിദ അലയ്യൽ ഹൗദ്. ഖുർആനും സുന്നത്തും അത് ദീനിൻ്റെ രണ്ട് പ്രമാണങ്ങളാണ്, അതൊരിക്കലും വഴി പിരിയില്ല ഹൗദിൻ കരയിൽ ഞാനുമായി സന്ധിക്കുന്നത് വരെ. ഇതേപോലെ നിദാനശാസ്ത്ര പണ്ഡിതന്മാർ ഇജ്മാഇനെയും അതേപോലെ ഖിയാസിനെയും പ്രമാണങ്ങളായി എണ്ണി. മറ്റു ചില പ്രമാണങ്ങൾ ഉസൂലിൽ നിദാനശാസ്ത്രത്തിൽ എണ്ണപ്പെടും. ഉദാഹരണത്തിന് ഇസ്തിസ്ഹാബ്, ശറഉ മൻ ഖാന ഖബ്ലന, ഇസ്തിഹ്സാൻ, അൽ മസാലിഹുൽ മുർസല, സദ്ദു ദറാഇ തുടങ്ങി കുറേയുണ്ട്. പക്ഷേ ഇതിൽ അൽ ഇജ്മാ, അൽ ഖിയാസ് ഇത് സർവ്വസാധാരണമായി നമ്മൾ കേൾക്കാറുള്ള പ്രമാണങ്ങളാണ്. വാദപ്രതിവാദത്തിനും അതേപോലെ സംസാരത്തിനുമൊക്കെ നിബന്ധനകൾ എഴുതുമ്പോൾ, പ്രമാണങ്ങൾ എഴുതുമ്പോൾ വിശുദ്ധ ഖുർആനും സഹിഹായ സുന്നത്തും അതേപോലെ ഇജ്മാഉം ഖിയാസും ഇവകളാണ് പ്രമാണങ്ങളായി എഴുതുക. അതിൽ എന്താണ് ഇജ്മാഉ, എന്താണ് ഖിയാസ്? ഇസ്ലാമിക ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു സംഭവം, ആ സംഭവം ഖിയാസ് എന്തെന്നും ഇജ്മാഉ എന്തെന്നും നമ്മളെ പഠിപ്പിക്കുന്ന സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ തൻ്റെ ഖലീഫയായി നിശ്ചയിച്ച വ്യക്തമായ പ്രഖ്യാപനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല. എൻ്റെ കാലശേഷം അബൂബക്കറാണ് ഖലീഫ എന്ന സുവ്യക്ത പ്രഖ്യാപനം തിരുനബിയിൽ നിന്നുണ്ടായിട്ടില്ല. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സൂചനകൾ ഉണ്ടായിട്ടുണ്ട്. ആ സൂചനകളിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഖലീഫ എന്നുള്ളത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ഉടനെ മദീനയിൽ ബനു സായിദ ഗോത്രക്കാരുടെ തോട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷമുള്ള ഖലീഫയെ തിരഞ്ഞെടുക്കുവാൻ അൻസാരികൾ യോഗം കൂടിയത്. കാരണം തൻ്റെ ശേഷം അബൂബക്കറാണ് ഖലീഫ എന്നുള്ള പ്രഖ്യാപനം തിരുനബി നടത്തിയിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു യോഗം അവിടെ സംഘടിപ്പിക്കപ്പെടുമായിരുന്നില്ല. പക്ഷേ ബനു സായിദക്കാരുടെ പന്തലിൽ അൻസാരികൾ യോഗം കൂടുകയാണ് ഈ വിഷയത്തിൽ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സൂചനകൾ വന്നിട്ടുണ്ട്. തൻ്റെ കാലശേഷമുള്ള ഖലീഫ അത് അബൂബക്കർ ആയിരിക്കും എന്നുള്ളതിലേക്ക്. ഇമാം തുർമുദി ഹസൻ എന്ന് വിശേഷിപ്പിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇഖ്തദൗ ബില്ലദൈനി ബഅദി, അബൂബക്കർ
വ ഉമർ, എൻ്റെ കാലശേഷം 2 പേരെ നിങ്ങൾ അനുധാവനം ചെയ്യുക. അത് അബൂബക്കറാണ്, ഉമറാണ്. ഇതേപോലെ ഒരു ഉമ്മ വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചു. തിരുനബി അവരോട് പറഞ്ഞു, നിങ്ങൾ പിന്നീട് വരിക. അപ്പോൾ ആ ഉമ്മ തിരുനബിയോട് ചോദിച്ചു, ഞാൻ വരുമ്പോൾ നിങ്ങളെ കണ്ടില്ലെങ്കിലോ? അവർ ഉദ്ദേശിച്ചത് റസൂലുള്ളാഹിൻ്റെ വിയോഗമാണ്. നിങ്ങൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലോ? അപ്പോൾ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആ സ്ത്രീയോട്, ഫഅതി അബൂബക്കർ, എങ്കിൽ നിങ്ങൾ അബൂബക്കറിൻ്റെ അടുക്കലേക്ക് വരിക എന്നാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു ബനു മുസ്തലഖ് ഗോത്രക്കാരുടെ ഒരു ദൂതനായി തിരുനബിയെ മുഖം കാണിച്ചു. ബനുൽ മുസ്തലഖ് അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ഞങ്ങൾ സക്കാത്ത് ആരെ ഏൽപ്പിക്കും എന്നുള്ളതാണ്. ഇത് അനസിനോട് നബിയോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ബനുൽ മുസ്തലഖ് പറഞ്ഞയച്ചതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ കാലശേഷം നിങ്ങൾ സക്കാത്ത് ഏൽപ്പിക്കേണ്ടത് അബൂബക്കറിനെയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗഗ്രസ്തനായി മരണാസന്നനായി കിടന്ന നാളുകൾ 8 ദിവസമാണ് തീർത്തും അവശനായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശയ്യാവലംബിയായത്. ആ നാളുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ വഖ്തിലും പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിന് വരാൻ പ്രയാസമായിരുന്നു. ഈ സമയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മുറു അബൂബക്കറിൻ അൻ യുസല്ലിയ ബിന്നാസ്, ജനങ്ങൾക്ക് ഇമാമത്ത് നമസ്കരിക്കുവാൻ നിങ്ങൾ അബൂബക്കറിനോട് കൽപ്പിക്കൂ എന്നാണ്. യഅ്ബല്ലാഹു വ റസൂലുഹു ഇല്ലാ അബൂബക്കർ, അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും അബൂബക്കറിനെ അല്ലാതെയുള്ളവരെ വിസമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ അബൂബക്കറാണ് ഇമാമത്ത് നിൽക്കേണ്ടത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിൽ ശാഠ്യം പിടിച്ചു പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയും അറിയിക്കുന്നത്, ഇതുപോലെ കുറേ സംഭവങ്ങൾ അറിയിക്കുന്നതെല്ലാം തൻ്റെ ഒരു പിൻഗാമി അബൂബക്കറാണ് എന്ന സൂചനയാണ്. പക്ഷേ വ്യക്തമായ ഒരു പ്രഖ്യാപനം ഖലീഫ തൻ്റെ കാലശേഷം അബൂബക്കർ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരുവിയോഗാനന്തരം ബനൂ സായിദയുടെ ഒരു തോട്ടത്തിൽ അൻസാരികൾ ഒന്നിച്ചു. എന്നിട്ട് അവർ തിരുനബിയുടെ ഒരു പിൻഗാമിയെ നാമനിർദ്ദേശം ചെയ്യാനുള്ള പരിപാടിയാണ്. അവിടേക്ക് അബൂബക്കറും ഉമറും അബൂ ഉബൈദയും മറ്റും കടന്നു ചെന്നു. അൻസാരികൾ തങ്ങളുടെ ലക്ഷ്യം പറഞ്ഞു. അങ്ങനെ ആ വിഷയത്തിൽ അനിവാര്യമായും അബൂബക്കറിനും ഉമറിനും അബൂ ഉബൈദക്കും മറ്റും ഇടപെടേണ്ടി വന്നു. അൻസാരികൾ തിരുനബിയിൽ നിന്നുള്ള ഒരു പിൻഗാമിയുടെ പ്രഖ്യാപനം സുവ്യക്തമായി ഇല്ലാത്തത് കാരണത്താൽ ഇത്ര വരെ പറഞ്ഞു, ഞങ്ങളിൽ നിന്നൊരമീർ അൻസാരികളിൽ നിന്ന്, നിങ്ങളിൽ നിന്നൊരമീർ മുഹാജിറുകളിൽ നിന്ന്. ഈ സമയം ഉമർ റളിയല്ലാഹു തആല അൻഹു നടത്തിയ ഒരു പ്രഖ്യാപനം, അതേപോലെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു നടത്തിയ ഒരു പ്രഖ്യാപനം, ഇത് രണ്ടും ഏറെ ശ്രദ്ധേയമാണ്. അലിയാർ പറഞ്ഞത്, ആ വേദിയിൽ വെച്ചല്ല അലിയാരുടെ പ്രഖ്യാപനം, അലിയാർ ആ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പോഴാണ് അലിയാർ പറയുന്നത്, അബൂബക്കറിനെ കുറിച്ച് അബൂബക്കറിനെ അസ്സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് നടത്തി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിരിക്കുന്നു തുടങ്ങി അലിയാർ റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഗുണഗണങ്ങൾ എണ്ണിയിട്ട് അദ്ദേഹം പറയുകയാണ്, റദിയഹു ലിദുനിയാന ഫനർദ, റദിയഹു ലിദുനിയാന ലിദീനിന അഫലാ നർദാഹു ലിദുനിയാന. അലിയാർ പറഞ്ഞത്, അബൂബക്കറിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ ദീനിന് നേതൃത്വമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ദുനിയാവിന് ഞങ്ങൾക്ക് അബൂബക്കറിനെ എന്തുകൊണ്ട് നേതാവായി നേതൃത്വമായി തൃപ്തിപ്പെട്ടുകൂടാ? ഇതാണ് അലിയാർ പറഞ്ഞത്. ഇതേപോലെ ഉമറും പറഞ്ഞു, ഞങ്ങളുടെ ദീനിൻ്റെ ഇമാമത്തിന് ഞങ്ങൾ അബൂബക്കറിനെ തൃപ്തിപ്പെട്ടു, എന്തുകൊണ്ട് ഞങ്ങളുടെ ദുനിയാവിലെ ഇമാമത്തിന്
അബൂബക്കറിനെ ഞങ്ങൾക്ക് തൃപ്തിപ്പെട്ടുകൂടാ? ഇത് ഉമർ പറഞ്ഞപ്പോൾ അബൂ ഉബൈദയും കൂട്ടരും സമ്മതിച്ചു. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കൈ വാങ്ങി അവരതിൽ പിടിച്ച് അബൂബക്കറിനെ ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്തു. ആ ബൈഅത്തിൽ അവിടെ കൂടിയവർ ഐക്യപ്പെട്ടു. പിറ്റേന്നാൾ പൊതുജനങ്ങളെല്ലാവരും കൂടി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് ബൈഅത്ത് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇവിടെ നമ്മുടെ വിഷയം ഒന്ന് ഖിയാസാണ്, മറ്റൊന്ന് ഇജ്മാഅാണ്. ഈ ഒരു സംഭവത്തിൽ ഖിയാസിന് ഉദാഹരണമുണ്ട്, ഇജ്മാഇന് ഉദാഹരണമുണ്ട്. എന്താണ് ഖിയാസിൻ്റെ ഉദാഹരണം? ഖിയാസ് എന്ന് പറഞ്ഞാൽ മതപരമായ ഒരു വിധിയില്ലാത്ത മസ്അലയിൽ മതപരമായി വിധി വന്ന ഒരു മസ്അലയെ സാധർമ്മ്യം ചെയ്യലും അതിനെ താരതമ്യപ്പെടുത്തലും മുട്ടിക്കലുമാണ്. ഇവിടെ ഉമറും അലിയും ചെയ്തതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കറിനെ നമസ്കാരത്തിന് ഇമാമാക്കി, ദീനീ വിഷയങ്ങളിൽ ഇമാമാക്കി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കുന്നതിന് മുമ്പ്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ആരാണ് ഖലീഫ അതിൽ വ്യക്തമായ ഒരു രേഖയല്ല, ഒരു പ്രമാണമല്ല. അപ്പോൾ വ്യക്തമായ രേഖ വന്ന വിഷയമാണ് ദീനിൽ ഇമാമാക്കി എന്നുള്ളത്. അതിലേക്ക് ദുന്യവിയായ വിഷയത്തിൽ ഇമാമാകണമെന്നുള്ള ഈ മസ്അലയെ തട്ടിക്കുകയും അങ്ങനെ ദുന്യവിയായ വിഷയത്തിലെ ഇമാമിനെ ദീനിയായ വിഷയത്തിലെ ഇമാമത്തുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണ്. അതാണ് ഖിയാസ്. മതപരമായി ഒരു വിഷയത്തിൽ ഒരു തെളിവുണ്ട്, ആ തെളിവിനെ തെളിവെത്താത്ത പിന്നീടുണ്ടായ ഒരു മസ്അലയെ സാധർമ്മ്യപ്പെടുത്തുക, താരതമ്യപ്പെടുത്തുക, എന്നിട്ട് ആ വിധി പിന്നീടുണ്ടായ വിധിക്ക് കൂടി ബാധകമാക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഉമർ ചെയ്തത്, അതാണ് അലി ചെയ്തത്. ഈ ഖിയാസോടുകൂടി അവിടെ ഒരു ഇജ്മാഅ് പുലർന്നു. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി ജഅഫറാനിയിൽ നിന്ന് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ടിൽ കാണാം, സഹാബികളെല്ലാവരും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖലീഫ, പിൻഗാമി എന്നതിൽ ഇജ്മാഇലാകുകയുണ്ടായി, ഐക്യപ്പെടുകയുണ്ടായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസ്ലിമീങ്ങൾ മാ റആഹുൽ മുസ്ലിമൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസന വമാ റആഹുൽ മുസ്ലിമൂൻ സയ്യിഅൻ ഫഹുവ ഇൻദല്ലാഹി സയ്യിഅ. മുസ്ലിമീങ്ങളെല്ലാം ഒരു കാര്യം നല്ലതായി കണ്ടാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ലതായിരിക്കും. മുസ്ലിമീങ്ങളെല്ലാം ഒരു കാര്യം തിന്മയാണെന്ന് കണ്ടാൽ അത് അള്ളാഹുവിങ്കൽ തിന്മയായിരിക്കും. സഹാബികളെല്ലാവരും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്തിഖ്ലാഫിൽ തിരുനബിക്ക് ശേഷം ഖലീഫയാണെന്നതിൽ ഇത്തിഫാഖിലായിരിക്കുന്നു. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അപ്പോൾ ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ഒരു മസ്അല ഉടലെടുത്തു. ആ മസ്അല അതിൽ ശർഈയായിട്ടുള്ള ഒരു ഹുക്മില്ല, വിധിയില്ല. പക്ഷെ ഒരു വിധി അതിൽ സഹാബികളെല്ലാവരും ഒന്നിക്കുകയാണ്. അതാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തിരുനബിയുടെ ശേഷം ഖലീഫയാണ് എന്നുള്ള വിഷയം. അപ്പോൾ ഇതാണ് ഇജ്മാഅ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ദീനിയായ ഒരു ഹുക്മിൽ ഈ ഉമ്മത്തിലെ ഗവേഷണപ്പെടുക്കൾ, മുജ്തഹിദീങ്ങളായ വാക്താക്കൾ ഇത്തിഫാഖിലാകുക, ഐക്യപ്പെടുക എന്നുള്ളതാണ് ഇജ്മാഅ്. ആ ഇജ്മാഅ് ആണ് മദീനയിൽ പുലർന്നത് അബൂബക്കർ റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്തിൻ്റെ വിഷയത്തിൽ. ആ ഇജ്മാഅ് അവിടെ പുലരുന്നതിന് മുമ്പ് അലിയാർ നിർവഹിച്ച ഖിയാസ്, ഉമർ നിർവഹിച്ചതായ ഖിയാസ്, അതാണ് ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു വിഷയം. ഇതേപോലെ അബൂബക്കർ ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം മറ്റൊരു സംഭവം, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായി, അവരോധിക്കപ്പെട്ടു. എന്താ ഇസ്ലാമിക ലോകത്തിൻ്റെ അന്നാളുടെ ചിത്രം?
അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായപ്പോൾ ജസീറത്തുൽ അറബിൽ വലിയ പ്രശ്നങ്ങളാണ് ഉടലെടുത്തത്. പലരും ഇസ്ലാമിൽ നിന്ന് മുർത്തദായി പുറത്തുപോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. പലരും നുബൂവത്ത് വാദിച്ചു, ഞങ്ങളൊക്കെ ഇനി നബിമാരാണെന്ന് വാദിച്ചു, അതിൽ പെണ്ണടക്കം. ഒരു വിഭാഗം ആളുകൾ സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല. അതിന് പല പ്രേരകങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് സക്കാത്ത് കൊടുത്തിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അബൂബക്കറിന് സക്കാത്ത് കൊടുക്കാൻ കൂട്ടാക്കണില്ല. പല അറേബ്യൻ ഗോത്രങ്ങളും തികഞ്ഞ ഗർവിലും അവരുടെ ഗോത്ര പെരുമയിലുമാണുള്ളത്. അതുകൊണ്ട് അവരുടെ അന്നത്തെ മുദ്രാവാക്യം തന്നെ ഖാദിബു റബീഅ ഖൈറും മിൻ സാദിഖി മുദർ. മുദർ ഗോത്രത്തിലെ സത്യം പറയുന്നവനേക്കാൾ റബിയ ഗോത്രത്തിലെ കള്ളം പറയുന്നവനാണ് ഉത്തമൻ എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളുടെ ഗോത്രത്തിലുള്ള ആൾ കള്ളം പറയുകയാണ് എങ്കിൽ അയാളാണ് മുദറിൽ ഗോത്രത്തിലെ സത്യം പറയുന്ന ആളേക്കാൾ ഉത്തമം എന്നാണ്. മുദർ ഗോത്രത്തിൻ്റെ പിന്മുറക്കാരാണ് ഖുറൈശികൾ. ഖുറൈശികളിൽ അവർ തന്നെ പല ഗോത്രങ്ങളാണ്. അതിലേറ്റവും താഴ്ന്ന പരിഗണനയിലുണ്ടായിരുന്ന ഗോത്രമാണ് ബനൂ തൈം ഗോത്രം. ബനൂ തൈം ഗോത്രക്കാരനാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ ഈ ഉയർന്നവർ ഈ താഴേക്കിടയിലുള്ള ഒരാളെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ചിലർക്കൊക്കെ ഇസ്ലാം നേരിൽ ഉള്ളിൽ കയറാത്തവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമാണ്. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി നിശ്ചയിച്ചു എന്നുള്ള വിവരം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വാപ്പനോട് ചെന്ന് പറയുകയാണ് ആളുകൾ, നിങ്ങളുടെ മകൻ അബൂബക്കർ ഖലീഫയാണ്. അപ്പോൾ അബൂ ഖുഹാഫ ചോദിക്കുന്നുണ്ട്, ഖുറൈശികൾ അവനെ സമ്മതിച്ചോ, ഖുറൈശികൾ അത് തൃപ്തിപ്പെട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ബനൂ തൈം ഗോത്രത്തിന് ആ ഒരു പരിഗണനയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിസമ്മതിച്ച്. ഖലീഫക്ക് സക്കാത്ത് കൊടുക്കൂല, അബൂബക്കർ റളിയല്ലാഹു അൻഹു സക്കാത്ത് കൊടുക്കൂല. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സക്കാത്ത് തരാൻ വിസമ്മതിച്ചവരോട് യുദ്ധത്തിനൊരുമ്പെട്ടപ്പോൾ ഉമറിനെ പോലുള്ളതായ സഹാബികൾ ചോദിച്ചു, അബൂബക്കർ നിങ്ങൾ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അവരോട് യുദ്ധം ചെയ്യും? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരോട് എങ്ങനെ യുദ്ധം ചെയ്യും? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വല്ലാഹി ലഉഖത്തിലന്ന മൻ ഫറഖ ബൈന സ്വലാ വസ്സകാ. നമസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ വേർതിരിവ് കൽപ്പിച്ചവരോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്നാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. സ്വലാത്ത് നമസ്കാരം അള്ളാഹുവിനുള്ള ഹക്കാണ്. ഒരു കൂട്ടർ പറയുകയാണ് ഞങ്ങളൊന്നും നിസ്കരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം അവരോട് യുദ്ധം ചെയ്യും. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമല്ല. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഈ നമസ്കാരത്തോടാണ് സക്കാത്തിനെ ഖിയാസാക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സ്വലാത്ത് അള്ളാഹുവിനുള്ള ഹക്ക് എന്ന പോലെ സക്കാത്തും സമ്പത്തിൽ അള്ളാഹുവിനുള്ള ഹക്കാണ്. അതുകൊണ്ട് സല ചെയ്യും സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അത് രണ്ടിനെയും വേർപ്പെടുത്തലാണ്. സല പോലെ തന്നെയാണ് സക്കാത്തും, രണ്ടും ഹക്കാണ്, അള്ളാഹ്ക്കുള്ള ഹക്കാണ്. ഇവിടെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സക്കാത്തിനെ സലാത്തിനോട് ഖിയാസാക്കി, താരതമ്യപ്പെടുത്തി. എന്നിട്ട് വിധി പ്രഖ്യാപിച്ചു, സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിക്കുന്നവരോട്, സലാത്തിൽ നിന്ന് വിസമ്മതിക്കുന്നവരോട് യുദ്ധം എന്നതുപോലെ യുദ്ധം. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു തആലയുടെ മനസ്സ് തണുത്തു. ആ മനസ്സ് വിശാലമായി. സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിക്കുന്നവരോട് യുദ്ധം എന്നതിൽ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ഐക്യപ്പെടുകയുണ്ടായി, ഇജ്മാഉമായി. അപ്പോൾ ഈ രണ്ടാമത്തെ സംഭവം അറിയിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇവിടെ നടത്തിയ ഒരു ഖിയാസ്. ആ ഖിയാസിനെ തുടർന്ന് മദീനയിൽ നിലനിന്നിരുന്നതായ സഹാബികൾക്കിടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം, സക്കാത്ത് തരാൻ വിസമ്മതിക്കുന്നവരോട് യുദ്ധം പാടുണ്ടോ പാടില്ലേ, അതിനുള്ളതായ ഐക്യം, അതാണ് ഇജ്മാ. അപ്പോൾ ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഖിയാസും
അതേപോലെ തന്നെ അതിനെ തുടർന്നുണ്ടായ ഒരു ഇജ്മാഉമാണ്. ഖിയാസും ഇജ്മാഉം ഈ രണ്ട് പ്രമാണങ്ങൾ അവ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ ചില ഉദാഹരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതാണ് ഇനി നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. ഇജ്മാഇൻ്റെ ഒരു കുറ്റമറ്റ മറ്റൊരു ഉദാഹരണമാണ് മുസ്ഹഫ് ക്രോഡീകരിച്ചതും മുസ്ഹഫിന് മുസ്ഹഫ് എന്ന് നാമകരണം നൽകപ്പെട്ടതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച നാളിൽ വിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരണം നടന്നിട്ടുണ്ട്. പക്ഷേ ആ ക്രോഡീകരണം ഒരു മുസ്ഹഫിൽ എന്ന നിലക്കല്ല, ജനഹൃദയങ്ങളിൽ മുസ്ഹഫ് ക്രോഡീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഓലകളിൽ, തോലുകളിൽ, കല്ലുകളിൽ അവിടെയൊക്കെ ഖുർആൻ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ എഴുതുവാൻ മാത്രം ധാരാളം സഹാബികളുണ്ടായിരുന്നു. എഴുതി ക്രോഡീകരിച്ചതുപോലെ തന്നെ ജനഹൃദയങ്ങളിലും ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിരുന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി ഇസ്ലാമിക രാഷ്ട്രം ഭരിച്ചിരുന്ന നാളിൽ ചരിത്ര പ്രസിദ്ധമായ യമാമ യുദ്ധം അരങ്ങേറി. ഈ യമാമ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളിൽ പലരും വധിക്കപ്പെടുകയുണ്ടായി. രക്തസിക്തമായ പോരാട്ടമായിരുന്നു യമാമയിൽ മുസൈലിമത്തുൽ ഖദ്ദാബിനെതിരിൽ നടന്ന മുസ്ലിമീങ്ങളുടെ പോരാട്ടം. എന്താണ് സംഭവിച്ചത്? മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ പലരും രക്തസാക്ഷികളായപ്പോൾ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയിരുന്ന ഖുറ എന്ന വിശേഷണമുള്ള മഹത്തുക്കൾ ധാരാളം വധിക്കപ്പെടുകയുണ്ടായി. ഖുർആൻ മനഃപ്പാടമാക്കിയിരുന്ന മഹത്തുക്കൾ യമാമയിൽ കുറേ വധിക്കപ്പെട്ടപ്പോൾ അത് മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ അങ്കലാപ്പ് സൃഷ്ടിച്ചു. വിശിഷ്യ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ഖലീഫ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ മുഖം കാണിച്ച് പറയുകയാണ്, അബൂബക്കർ, നിങ്ങൾ ഖുർആനിനെ ജംഅ ചെയ്തിരുന്നുവെങ്കിൽ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കൈഫ അഫ്അലു ഷൈഅൻ മാ ഫഅലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെ ചെയ്യാനാണ്? അപ്പോഴും ഉമർ ആലോചിക്കുന്നത്, വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ മഹത്തുക്കൾ ഷഹീദുകളായി, ഇങ്ങനെ ആളുകൾ മരണപ്പെടുകയാണ് എങ്കിൽ ഖുർആൻ മനഃപ്പാടമാക്കിയവർ ഇവിടെ ഇല്ലാതെ പോകും. അതുകൊണ്ട് ഉമർ ആണയിട്ട് പറഞ്ഞു, വല്ലാഹ് ലൗ ഫഅൽത ഹാദാ വല്ലാഹി ഹുവ ഖൈർ. അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ, അമീറുൽ മുഅ്മിനീൻ എന്ന പേര് ഉമറിൻ്റെ കാലം മുതലാണ്, ഖിലാഫത്ത് മുതലാണ്. അബൂബക്കർ, നിങ്ങൾ ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ, വിശുദ്ധ ഖുർആനെ ക്രോഡീകരിക്കുകയാണ് എങ്കിൽ, ജംഅ ചെയ്യുകയാണ് എങ്കിൽ, അള്ളാഹുവാണ് സത്യം, അത് ഏറ്റവും വലിയ ഖൈറായിരിക്കും. അങ്ങനെ ഉമർ പറഞ്ഞുകൊണ്ടേയിരുന്നു. അബൂബക്കർ ഈ അഭിപ്രായത്തെ ഉൾക്കൊള്ളാതെ അകലുകയാണ്. പക്ഷേ ഉമറിൻ്റെ അലട്ടിയുള്ള ഈ സംസാരത്തിൽ പിന്നീട് അബൂബക്കർ റളിയല്ലാഹു തആലയുടെ ഹൃദയം വിശാലമാവുകയാണ്. അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സെയ്ദ് ബിൻ സാബിത്തിനെയും ഉമറിനെയും ഈ ചുമതല ഏൽപ്പിക്കുന്നത്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു സെയ്ദ് ബിൻ സാബിത്ത് ഇബ്നു ദഹാഖ് അൽ അൻസാരി അൽ ഖസ്റജിയാണ്. അദ്ദേഹം ബനു ഖസ്റജ് ഗോത്രക്കാരനാണ്. സെയ്ദ് ബിൻ സാബിത്ത് അദ്ദേഹം ഖുർആൻ ക്രോഡീകരിക്കപ്പെടാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കുരുന്നായിരിക്കുമ്പോൾ തന്നെ ഉണ്ട്. സെയ്ദ് ബിൻ സാബിത്ത് ഇബ്നു ദഹാഖ് അദ്ദേഹം അൻസാരിയാണ്. അപ്പം അൻസാരിയാകുമ്പോൾ ഏത് നാട്ടുകാരനാണ്? മദീനക്കാരനാണ്. ജന്മം കൊണ്ട് മദീനക്കാരനാണെങ്കിലും ശൈശവവും ബാല്യവും സെയ്ദ് ബിൻ സാബിത്ത് മക്കത്താണ് കഴിച്ചു കൂട്ടിയിട്ടുള്ളത്. കുരുന്നായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ മക്കത്തേക്ക് കൊണ്ടുപോയി. 6-ാം വയസ്സിൽ സെയ്ദ് ബിൻ സാബിത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു. പക്ഷേ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കുട്ടിയായിരിക്കെ തന്നെ ഇസ്ലാമിലുണ്ട്. അദ്ദേഹത്തിൻ്റെ 11-ാമത്തെ വയസ്സിൽ സെയ്ദ് ബിൻ സാബിത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ വിശ്വാസികളുടെ കൂടെ എന്ത് ചെയ്ത് മദീനയിലേക്ക് ഹിജറ വന്നു. അപ്പോൾ അദ്ദേഹം മദീനക്കാരനാണ്, അൻസാരിയാണ്, പക്ഷേ മുഹാജിറുമാണ് സെയ്ദ് ബിൻ സാബിത്ത്. ഈ സെയ്ദ് ബിൻ സാബിത്ത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയായിരുന്നു. അദ്ദേഹം തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം വഹ്യ് എഴുത്തുകാരനായിരുന്നു, ഖുർആൻ എഴുതുന്ന ആളായിരുന്നു. ചില ആളുകൾക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഈ ചരിത്രത്തിലൂടെ ഈ ഉസൂലുൽ ഫിഖ് പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ ഇതിൻ്റെ അസ്ല്, ഫർഅ്, ഇല്ലത്ത്, ഹുക്മ്, ഖത്ഈ, ദന്നി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും കൂടി ഞാനടക്കം കൂർക്കം വലിക്കും. ഖിയാസ് ഇതൊക്കെ ഇതിൻ്റെ രീതിയിൽ പിന്നെ ഷെയ്ഖ് സാലിഹ് അൽ മുനജ്ജിദിൻ്റെ പ്രസംഗം കേട്ട് ഹജ്ജിൻ്റെ മസലകൾ വായിച്ചപ്പോൾ അപ്പം ഉണ്ടല്ലോ മക്കത്ത് ഒരു പെണ്ണിങ്ങനെ വായുവിൽ ഒതു ചെയ്യും പോലെ. അപ്പോൾ അതിനോട് ചോദിച്ചു എന്താ നിങ്ങൾ ഈ കാണിക്കണമെന്ന്. അപ്പം പറഞ്ഞ് സഹ്മ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വായുവിലാണ് ഒതു കൊടുക്കലെന്ന്, വെള്ളത്തിലല്ല. പിന്നെ സഹ്മ പറഞ്ഞാൽ തിരക്ക്, മക്കത്ത് തിരക്കല്ല ഹജ്ജ് സീസണിൽ. അപ്പോൾ തിരക്കിൽ വെള്ളം കിട്ടൂല, അപ്പോൾ വെള്ളത്തിന് പകരം ഞങ്ങൾ വായു കൊണ്ടാണ് എന്ത് ചെയ്തത് ഒതു കൊടുക്കൽ. അപ്പോൾ മുപ്പത്തിയേര് ഇങ്ങനെ വായു കൊണ്ട്. അപ്പോൾ മുപ്പത്തിയേര് വെള്ളത്തോട് ആരെ ഖിയാസാക്കി? വായുവിനെ ഖിയാസാക്കി. ഇത് ഖിയാസ് ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. ഖാലിദ് സബ്ത്തിൻ്റെ ഒരു ദർസിൽ കേട്ട് ഒരാൾ ഹജ്ജ് ചെയ്ത് മൂപ്പര് തല മുണ്ടനം ചെയ്യണതിന് പകരം മീശ വടിച്ച്. കാരണം രണ്ടും മുടിയാണ്, തലയിലുള്ളത് മുടിയാണ്, മീശയും മുടിയാണ്. അപ്പം മൂപ്പത്തിൻ്റെ ഈ മുടിനെ ഈ മുടിനോട് ഖിയാസാക്കിയിട്ട് ഇത് വടിച്ച്. വേറൊരാൾ വേറെ സ്ഥലമാണ് കക്ഷാണ് പഠിച്ചത് എന്ന് ഖാലിദ് സബ്ത്ത് പറയുന്നു. ഇതൊക്കെ ഖിയാസിൽ തെറ്റായ സമീപനാണ്. ഇങ്ങനെ ഒരു ഖിയാസില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഈ വിഷയം പറയുമ്പോൾ ഒരു മനസാന്നിധ്യത്തിൽ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ പ്രയാസമാണ്. ഏതായാലും ഇവിടെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തിരഞ്ഞെടുത്ത് എന്തിന്? വിശുദ്ധ ഖുർആൻ ജമ ചെയ്യാൻ, ക്രോഡീകരിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ സുറിയാനി ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ച് 16-17 ദിവസം കൊണ്ട് സുറിയാനി ഭാഷ വശത്താക്കിയ ബുദ്ധിജീവിയായിരുന്നു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാണ് ഈ ഒരു നൈപുണ്യവും കഴിവുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്തത്. അങ്ങനെ സെയ്ദ് ബിൻ സാബിത്ത്, അതേപോലെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇവരുടെ നേതൃത്വത്തിൽ മദീനയിൽ വിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരണം നടന്നു. റസൂലുള്ളാഹിൻ്റെ കാലത്ത് ക്രോഡീകരിക്കപ്പെട്ടതായ ഖുർആനിനെ ഒരു മുസ്ഹഫായിട്ട് 2 ചട്ടക്കുള്ളിൽ ക്രോഡീകരിക്കപ്പെടുന്ന ദൗത്യം അത് ഭംഗിയായി സെയ്ദും ഉമറും റളിയല്ലാഹു അൻഹുമ മദീനയിൽ നിർവഹിക്കുകയുണ്ടായി. അങ്ങനെ വിശുദ്ധ ഖുർആൻ്റെ ഈ ജം ഒരു മുസ്ഹഫ് എന്ന നിലക്ക് അത് മദീനയിൽ നടന്നപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായൊരു സംഭവമല്ല. പിന്നെ തിരുവിയോഗാനന്തരം ഉണ്ടായ ഒരു മസ്അലയിൽ വന്നതായ ഹുക്കുമാണ്, വിധിയാണ്. ആ വിധിയിൽ മുസ്ലിം ലോകം അന്ന് ഐക്യപ്പെടുകയുണ്ടായി. അതാണ് ഇജ്മാ. ഈ 2 ചട്ടക്കുള്ളിലാക്കപ്പെട്ട ഖുർആനിന് എന്ത് പേരിടണം എന്ന ഒരു അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തു. ചിലർ പറഞ്ഞു നമുക്ക് സിഫർ എന്ന് പേരിടാം. സിഫർ എന്ന് പറഞ്ഞാൽ 7. ഇപ്പോൾ പിന്നെ ബൈബിളിലൊക്കെ കാണാമല്ലോ, തോറയിൽ കാണാം സിഫറുൽ ഖുറൂജ് പുറപ്പാട് പുസ്തകം, സിഫറു തക്വീൻ ഉൽപ്പത്തി പുസ്തകം, സിഫറുൽ ലാവിയീൻ ലേവ്യ പുസ്തകം, ഇങ്ങനെ സിഫർ ഉണ്ടല്ലോ. അതേപോലെ നമുക്കിതിന് പേരിടാമെന്ന് ചിലർ പറഞ്ഞു. ചിലർ വേറെ ചില പേരുകൾ നിർദ്ദേശിച്ചു. പക്ഷേ മുസ്ഹഫ് എന്ന് നമുക്കിതിന് പേര് വിളിക്കാം എന്ന നാമനിർദ്ദേശം വന്നപ്പോൾ അത് തീരുമാനിക്കപ്പെടുകയുണ്ടായി. അതിൽ മുസ്ലിമീങ്ങളുടെ ഐക്യം അന്ന് പുലരുകയുണ്ടായി. അപ്പോൾ എന്താ ഇവിടെ വിഷയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗാനന്തരം ഒരു മതപരമായ ഹുക്കുമിൽ മുസ്ലിമീങ്ങൾ എന്ന് പറയുമ്പോൾ ഉമ്മത്തിലെ ഗവേഷണപ്പെടുക്കളായ മുജ്തഹിദീങ്ങളായ ആളുകൾ ഐക്യപ്പെടലാണ് ഇജ്മാ. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇജ്മാ പ്രമാണമാണെന്നതിന്, ഇജ്മാഇൻ്റെ പ്രാമാണികതയ്ക്ക് ഒരായത്ത് ഓതാൻ പറ്റുമോ എന്ന് ചോദിക്കപ്പെടുകയുണ്ടായി.
ഇജ്മാ അത് പ്രമാണമാണെന്നതിന് ഒരായത്ത് ഓതാൻ കഴിയുമോ എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദ്യം. ഇമാം ഷാഫി ആ ചോദ്യം കേട്ട് വീട്ടിൽ പോയി 3 ദിവസം അദ്ദേഹത്തിൻ്റെ ചിന്തയിലും മനനത്തിലും പഠനത്തിലുമായിരുന്നു. അങ്ങനെ 3-ാം നാൾ പുലർന്ന് അദ്ദേഹം 3 നാൾ കഴിഞ്ഞ് അദ്ദേഹം വന്ന് ഓതിക്കൊടുത്ത ആയത്താണ് വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا എന്ന ആയത്ത്. ومن يشاقق الرسول من بعد ما تبين له الهدى സന്മാർഗം വ്യക്തമായതിനു ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആരെങ്കിലും എതിര് ഇടുന്ന പക്ഷം വയത്തബിഅ സബീലൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ മാർഗത്തെ വയത്തബിഅ ഗൈറ സബീൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ മാർഗത്തെ അല്ലാത്ത മറ്റൊരു മാർഗം പിൻപറ്റുന്നവർ. ഇവിടെ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം എന്ന് പറഞ്ഞാൽ ഇജ്മാ അല്ലാത്ത ഒരു മാർഗം. അതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തെളിവ്. വല്ലവരും പിൻപറ്റിയാൽ നുവല്ലിഹി മാ തവല്ല അവൻ തിരിഞ്ഞയിടത്തേക്ക് നാം അവനെ തിരിച്ചുവിടുന്നതാണ്. വനുസ്ലിഹി ജഹന്നം നരകത്തിയിൽ നാം അവനെ പ്രവേശിപ്പിച്ച് കത്തിക്കുന്നതുമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. ഈ ആശയമുള്ള ആയത്ത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ ഓതുകയുണ്ടായി എന്നാണ്. ഇതേപോലെ വേറെയും ആയത്തുകൾ ഇജ്മാഇൻ്റെ പ്രാമാണികതയ്ക്ക് തെളിവായി ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ വിഷയം ഇസ്ലാമിൽ ഇജ്മാ പ്രമാണമാണ്. ഇജ്മാ പറയപ്പെടുമ്പോൾ 2 നിലക്ക് പറയപ്പെടും. ഇപ്പം മതപരമായി സ്ഥിരപ്പെട്ട വിഷയങ്ങളിൽ ഇജ്മാ വരും. ഇപ്പം 5 വക്ത് നമസ്കാരം, അതിൽ ഇജ്മാ ഉണ്ട്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇജ്മാവും തെളിവാണെന്ന് പറയും. കാരണം 5 വക്ത് നിസ്കാരത്തിൽ ആരാ മുഅ്മിനീങ്ങളിൽ മുസ്ലിമീങ്ങളിൽ അതിനെതിരുള്ളത്? ആരുമില്ല. അപ്പോൾ മുസ്ലിമീങ്ങളുടെ ഇജ്മാ ഉള്ള മസലയാണ്. വ്യഭിചാരം ഹറാമാണ്, അത് വിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥാപിതാണ്, തിരുസുന്നത്ത് കൊണ്ട് സ്ഥാപിതാണ്, ഇജ്മാ കൊണ്ടും സ്ഥാപിതാണ്. ഇങ്ങനെയുള്ള ഇജ്മാ, അതാണ് ഇജ്മാ അൽ ഖത്ഈ എന്ന് പറയും. എന്നാൽ അബന്നിയായ ഇജ്മാ എന്ന് പറഞ്ഞൊരു ഇജ്മാ ഉണ്ട്. അതെന്താ? അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ഒരു മതപരമായ വിധിയിൽ ഐക്യപ്പെടൽ. അതിലെന്തുണ്ടാവില്ല? ഇപ്പോൾ ഇതേപോലെ നിസ്കാരം നിർബന്ധമാണ്, അല്ലെങ്കിൽ വ്യഭിചാരം ഹറാമാണ് തുടങ്ങിയതായ മതവിധികൾ വന്നതിൽ ഇജ്മാ അല്ല, പിന്നെയോ ഒരു പുതിയ വിഷയത്തിൽ വരുന്നതായ ഇജ്മാ ആണ്. ആ ഇജ്മാഇൻ്റെ ഉദാഹരണമാണ് നമ്മൾ മുസ്ഹഫിൻ്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് കേൾക്കുകയുണ്ടായത്. ഈ ഇജ്മാഇനെ സംബന്ധിച്ചിടത്തോളം അത് സംഭവിക്കുമോ? അത് പരിഗണനീയാണോ? അത് ക്ലിപ്തപ്പെടുത്തപ്പെട്ടതാണോ? തുടങ്ങിയതായ കുറേ മസ്അലകൾ ഉണ്ട്. ഇജ്മാഉമായി ബന്ധപ്പെട്ട് വേറെയും കുറേ മസ്അലകളുണ്ട്. പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ളതായ പണ്ഡിതന്മാരുടെ പക്ഷം സലഫു സാലിഹീങ്ങളിൽ പുലർന്നതായ ഇജ്മാഉകൾ അതൊക്കെ ക്ലിപ്തപ്പെടുത്തപ്പെട്ട ഇജ്മാഉകളാണ്. അവയൊക്കെ പ്രമാണമാണ്, നമുക്ക് അവ തെളിവാണ് എന്നുള്ളതാണ്. അതാണ് അതിൽ ശരിയായ പക്ഷമായിട്ട് തോന്നുന്നത്. എന്നാൽ പിൽക്കാലത്ത് പറയപ്പെടുന്നതായ ഇജ്മാഇനെ സംബന്ധിച്ചിടത്തോളം ഒരു മസലയിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങളാണ്. ഇജ്മാ വളരെ അസാധ്യമായ ഒരവസ്ഥയാണ് ഉണ്ടാകുക. ഗവേഷണപ്പെടുക്കളായ ആളുകൾ തന്നെ ഐക്യപ്പെടുക എന്നുള്ളത് ഒരു മസലയിൽ അത് വളരെ പ്രയാസകരാണ്. മാനത്തച്ചാലും 2 അഭിപ്രായം എന്നറിയില്ലേ, അതേപോലെയാണ് ഒരു മസല ഉണ്ടായിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാർക്കിടയിൽ അതിലുണ്ടാകുന്നതായ വീക്ഷണ വ്യത്യാസം. ഒരിക്കലും അഭിപ്രായ വ്യത്യാസം പാടില്ലാത്ത അഖീദയുമായി ബന്ധപ്പെട്ട മസലയിൽ അഭിപ്രായ വ്യത്യാസം. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മറ്റു മസലകൾ വരുമ്പോൾ. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത് സലഫു സാലിഹീങ്ങളിൽ പല ഇജ്മാഉകളും
പല മസലകളിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വന്ന ഇജ്മാഅ് പോലെ, അബൂബക്കർ റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്തിൻ്റെ വിഷയത്തിൽ വന്നതായി ഇജ്മാഅ് പോലെ, സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചവരുടെ വിഷയത്തിൽ വന്നതായി ഇജ്മാഅ് പോലുള്ളതായ ഇജ്മാഅുകൾ, പൂർവികരുടെ വിഷയത്തിൽ വന്നത് അത് ദബ്ത് ചെയ്യപ്പെട്ടതായ ഇജ്മാഅാണ്. അത് നമ്മൾ പ്രമാണമായി സ്ഥാപിതമായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ടതാണ്, അംഗീകരിക്കേണ്ടതാണ് എന്നതാണ് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ പക്ഷം. ഇതാണ് ഇജ്മാഅുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉണർത്തുവാൻ ഉദ്ദേശിച്ചത്. ഖിയാസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഖിയാസ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ എന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട്. ഏതൊരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ധന്യമാവാൻ കഴിയാത്ത വിധം ഒരു അനുഗ്രഹീത ഗ്രന്ഥമാണ് ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ. വളരെ അർത്ഥഗർഭമായ ആശയസമ്പുഷ്ടമായ മസ്അലകളുടെ ഒരു സമാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ. ഈ ഗ്രന്ഥത്തിൽ ഖിയാസിൻ്റെ പ്രാമാണികതയെ സ്ഥാപിക്കുന്ന അവതരണത്തിൽ ഖിയാസ് പ്രമാണമല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാണ് ളാഹിരിയാക്കൾ. ദാവൂദ് ളാഹിരിയുടെ ആളുകൾ ഖിയാസിനെ പ്രമാണമായി അംഗീകരിക്കില്ല. അതിൻ്റെ ഭവിഷ്യത്ത് എന്ത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഉദാഹരണത്തിലൂടെ പിന്നീട് ഉണർത്താം. ഇവർക്കൊക്കെ മറുപടി കൊടുക്കുമ്പോൾ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഖിയാസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ഫിത്രത്തിലും അഖലിലും ഊട്ടിയ ഒരു വിഷയമാണ്. മനുഷ്യരുടെ ബുദ്ധിയിൽ അള്ളാഹു ഊട്ടിയ, മനുഷ്യരുടെ പ്രകൃതിയിൽ അള്ളാഹു ഊട്ടിയ ഒരു വിഷയമാണ് ഖിയാസ്, സാദർഭ്യം എന്നുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാസ് നടത്തിയിട്ട് ചില വിഷയങ്ങൾ അവതരിപ്പിച്ചത്. കാരണം ഖിയാസ് എന്ത് ചെയ്യും? ആളുകൾക്ക് കാര്യം പഠിപ്പിക്കും. ജന്മം കൊണ്ട് സവിശേഷത പറഞ്ഞ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ ക്രൈസ്തവർ ദൈവമായി അവരോധിച്ച് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ ആരാധിക്കാൻ തുടങ്ങി ക്രൈസ്തവർ. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത മറുപടി? ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകുൻ. അള്ളാഹു ഇവിടെ ഖിയാസ നടത്തിയത്. ആരോട് ഖിയാസാക്കി? ആരോടെ ഖിയാസാക്കിയത്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമെ ആദമിനോട് ഖിയാസാക്കി. ഏത് വിഷയത്തിൽ? ഏത് വിഷയത്തിലാ? സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ. എന്താ ആദമിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ പറഞ്ഞത്? ആദമിനോട് കുൻ എന്ന് പറഞ്ഞപ്പോൾ ആദമുണ്ടായി. അതേപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയോട് കുൻ എന്ന് പറഞ്ഞപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമി ഉണ്ടായി. ഇന്ന മസല ഈസ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപമ കമസലി ആദം, ആദമിൻ്റെ ഉപമയാണ്, ആദമിൻ്റെ അവസ്ഥയാണ്, വിശേഷണമാണ്. ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകുൻ. ആദമിനെ അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, അതിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടായി. ഇതേപോലെ തന്നെയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും വിഷയം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്തിനാണ് ഈ ആയത്തിൽ ഈ ഒരു രീതി? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തെടുത്ത് ധരിച്ചിട്ട് അള്ളാഹു മനുഷ്യരുടെ പ്രകൃതിയിൽ ആ പ്രകൃതി ഖിയാസിനെ സമ്മതിക്കുന്നു എന്നുള്ള പ്രകൃതിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം അവതരിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ അലം യകുനു തുഫതൻ മിൻ മനിയ്യിൻ യുംനാ സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വ ഫജഅല മിൻഹു الزوجين الذكر والأنثى അലൈസ ذلك بقادر على أن يحيي الموتى. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖിയാസ് നടത്തുകയാണ്. എന്താ ഖിയാസ്? അയഹ്സബുൽ ഇൻസാൻ അൻ യുത്രക സുദാ, മനുഷ്യനെ വെറുതെ വിട്ടേക്കുമെന്ന് മനുഷ്യൻ വിചാരിക്കുകയാണോ? അലം യകുനു തുഫതൻ മിൻ മനിയ്യിൻ യുംനാ സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വ ഫജഅല മിൻഹു الزوجين الذكر والأنثى. മനുഷ്യൻ ആരായിരുന്നു? ഒരു ബീജഗണമായിരുന്നു, ശുക്ലം, വിസർജിക്കപ്പെടുന്ന, തെറിച്ചു വീഴപ്പെടുന്ന ഒരു ശുക്ലാണുമായിരുന്നു. അതിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പല പരിണാമഘട്ടങ്ങൾക്കപ്പുറം പിന്നെ ജോഡികളാക്കി, ആണും പെണ്ണുമാക്കിയിട്ട് വളർത്തിയത്. ഇതൊക്കെ അല്ലാഹുവാണ്.
അള്ളാഹു ഈ ഒരു ഖളിയ വിഷയം എടുത്ത് വെച്ചിട്ട് പറയാണ്, അലൈസ ദാലിക് ബിഖാദിരിൻ അലാ അൻ യുഹ്യിൽ മൗത, ഇത് ചെയ്ത അള്ളാഹുവിന് മരിച്ചവരെ പുനർജീവിപ്പിക്കുവാൻ കഴിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഖളിയയെ മറ്റൊരു ഖളിയ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യാണ്? താരതമ്യപ്പെടുത്തുകയും ഖിയാസ് നടത്തുകയാണ്. ഈ ആയത്ത് ഓതിയപ്പോഴാണ് ഒരു മൗലവി, ആളുകൾക്കൊരു ഇത് പോട്ടെ, ഈ ആയത്ത് ഓതിയിട്ടൊരു പ്രസംഗം നടത്തിയത് ഓർമ്മ വന്നത്. ഒരാൾ ഖുത്ബ പറയാണ്. അപ്പോൾ ആളുകളൊക്കെ ഉണ്ട് ജുമാക്ക് വന്നിട്ട്. അപ്പോൾ ഖുത്ബ നടത്തുമ്പോൾ അയാൾ അയഹ്സബുൽ ഇൻസാനു അൻ യുതറക സുദ എന്ന ആയത്ത് ഓതിയിട്ട് അർത്ഥം പറയാണ്. അയഹ്സബുൽ ഇൻസാനു അൻ യുതറക്, മനുഷ്യനെ വെറുതെ വിടപ്പെടുമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുവോ? സുധാ, സുധാ പറഞ്ഞപ്പോൾ സുധൻ്റെ അർത്ഥം വെറുതെ എന്നാണ്. പക്ഷെ അത് യുത്രക്കാരനടുത്ത് മൂപ്പര് വെറുതെ വിടം എന്ന് മൂപ്പര് പറഞ്ഞു പോയി. പിന്നെ സുധക്ക് എന്താണ് അർത്ഥം പറയുന്നത് മൂപ്പര് കിട്ടണില്ല. കാരണം മൂപ്പര് വെറുതെ എന്നുള്ളത് ആദ്യം പറഞ്ഞു പോയി. അത് വീണ്ടും മൂപ്പർക്ക് എവിടെയാണ് ലൈന് തെറ്റി ക്ലച്ച് പേച്ചെന്ന് കിട്ടണില്ല. ആ മൂപ്പര് വീണ്ടും അയഹ്സബുൽ ഇൻസാനു അൻ യുതറക്, മനുഷ്യനെ വെറുതെ വിടുമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുവോ? സുധാ, പിന്നെയും കിട്ടണില്ല. അതിൽ വീണ്ടും ഇയാൾ ഓതി അയഹ്സബുൽ ഇൻസാനു അൻ യുതറക്, പിന്നെ സുധാ പറയാൻ കിട്ടണില്ല. അതിൽ മൂപ്പര് മെല്ലെ കണ്ണും പീറ്റ് അടുത്ത ആയത്ത് ഓതിയിട്ട് അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ എന്ന് പറഞ്ഞിട്ട് അടുത്ത ആയത്തിന് അർത്ഥം പറഞ്ഞ് പോയപ്പോൾ സദസ്സെന്ന് ഒരാൾ സുധാ എന്നുള്ളതിന് അർത്ഥം പറയാതെ നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന് പറഞ്ഞു എന്നാണ്. ഏതായാലും അതൊരു നമ്മളെ ഖിയാസുമായി ബന്ധപ്പെട്ടൊരു മസാല അല്ല. പക്ഷേ നമ്മളുടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ഫിത്രത്തിൽ, അവരുടെ അഖലിൽ ഊട്ടിയൊരു വിഷയമാണ് ഖിയാസ്. അതുകൊണ്ട് ഈ ഖിയാസ് ദീനിൽ തെളിവാണ്, പ്രമാണമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ഹദീയുകൾ ഈ സന്ദർഭത്തിൽ ശ്രദ്ധേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു ആറാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ, ഇന്ന ഇംറഅതി വലദത് ഗുലാമൻ അസ്വദ് ഫഅൻകർതുഹു. ആറാബി വന്നിട്ട് പറയാണ്, എൻ്റെ ഭാര്യ ഒരു കറുത്ത കുട്ടീനെയാണ് പ്രസവിച്ചത്. ഫഅൻകർതുഹു, ഞാനത് നിഷേധിച്ച്, ഇതിൻ്റെ കുട്ടിയല്ലാന്ന് ഞാൻ പറഞ്ഞു. ആറാബി പറയാണ്. ആറാബികൾക്ക് എന്താ, ഭാര്യ പ്രസവിച്ച്, അപ്പോൾ ഈ ആറാബി വെളുത്തായിരിക്കും. ഭാര്യ പ്രസവിച്ച കുട്ടി കറുത്തതാണ്. റസൂലുള്ളാഹിനോട് മുഖം കാണിച്ചിട്ട് പറയാണ്, എൻ്റെ ഭാര്യ പ്രസവിച്ചു, കുട്ടി കറുത്തതാണ്. ഫഅൻകർതുഹു, ഇതിൻ്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിഷേധിച്ച്, നമുക്കിത് വേണ്ട. മൂപ്പര് ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് പറയുന്നത്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിച്ച്, അലക മിൻ ഇബിൽ, ആറാബി നിങ്ങൾക്ക് ഒട്ടകങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഒട്ടകങ്ങളുണ്ടോ? അപ്പോൾ ആറാബി പറഞ്ഞു, ഞാൻ ഒട്ടകങ്ങളുണ്ട്. ഒട്ടകങ്ങളെ പിന്നാലെ നടക്കണോൽക്ക് കാരന്മാരും മനസ്സും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖില്ലത്തുൽ ഖുലൂബ് ഉണ്ടല്ലോ, ഹൃദയത്തിൻ്റെ കാഠിന്യവും കടുകട്ടിയും അത് ഒട്ടകങ്ങളുടെ പിന്നാലെ നടക്കുന്നവർക്കായിരിക്കും എന്നാണ്. അതുകൊണ്ടാണ് ഈ പറച്ചിൽ നടത്തുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഒട്ടകങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, വമാ ലൗനുഹ, എന്താ ഒട്ടകങ്ങളെ കളറ്? അപ്പം പറഞ്ഞു, ഹുമുർ, ഒക്കെ ചുവപ്പ് ഒട്ടകങ്ങളാണ്, ചുവന്ന ഒട്ടകങ്ങളാണ്, മുന്തിയ ചുവന്ന ഒട്ടകങ്ങളാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹൽ മിൻ ബൈനിഹ ഔറഖ്. അപ്പം ആ ഒട്ടകങ്ങൾ, ചുവന്ന ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ അസ്മറായ, ഔറഖ് എന്ന് പറഞ്ഞാൽ അസ്മർ, കറുത്ത ഒട്ടകങ്ങളുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞ്, ഞാൻ ഇന്ന മിൻഹാ ലൗറഖ്, കറുത്ത ഒട്ടകങ്ങളുമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എങ്ങനെ ചുവന്ന ഒട്ടകങ്ങളുള്ള ഒരാൾക്ക് കറുത്ത ഒട്ടകങ്ങൾ അതിൻ്റെ ഇടയിൽ? അപ്പോൾ ആറാബി പറഞ്ഞു, ഇന്നമാ ഹുവ ഇർഖുൻ നസഅതുഹു, അത് ഈ ഇർഖുൻ നസഅതുഹു എന്ന് പറഞ്ഞാൽ ജനിതക ഘടകങ്ങളുടെ കൈമാറ്റമാണ്, പൈതൃകമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു തലമുറയിൽ ഒരു കറുപ്പുണ്ടാവും. ഈ ജനിതക ഘടകങ്ങൾ അതിലെ കൈമാറ്റത്തിൽ അങ്ങനെ ഉണ്ടാകുന്നതാണ് എന്ന് ആറാബി, ഇത് ആറാബിക്കറിയും.
അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എങ്കിൽ ഇതും അങ്ങനെ ഇറക്കിൻ്റെ കൈമാറ്റാണ്. അതുകൊണ്ട് കുട്ടിനെ സമ്മതിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ അറാബി സമ്മതിച്ച്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കുട്ടിയെ നിഷേധിച്ച ഈ അറാബി അയാൾക്ക് വിഷയം മനസ്സിലാക്കി കൊടുക്കാൻ സ്വീകരിച്ച രീതി അതാണ് ഖിയാസ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളുടെ ഒട്ടകങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞ് ഒട്ടകങ്ങളുടെ കളറ് ചോദിച്ച് അതിൻ്റെ നിറം ചോദിച്ചാൽ അതിൽ കറുത്തതുണ്ടോ എന്ന് ചോദിച്ച് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു. അയാൾ തന്നെ മറുപടി പറഞ്ഞു അതിങ്ങനെ ഉണ്ടായതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇതും അങ്ങനെ ഉണ്ടാകുന്നതാണ്. ഒരു ദിവസം ഉമർ റളിയല്ലാഹു തആല അൻഹു ഉമർ പറയാണ്, ഞാൻ വല്ലാത്തൊരു പ്രശ്നത്തിലൊരു ദിവസം അകപ്പെട്ട്. എന്താ പ്രശ്നം? നോമ്പുകാരനായിരിക്കെ ഉമറിനൊരു ആവേശം, ഉന്മേഷം. ആ ഉന്മേഷത്തിൻ്റെ നിറവിൽ ഉമർ ഭാര്യയെ ചുംബിച്ചു. ഉമർ തൻ്റെ ഭാര്യയെ ചുംബിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഉമർ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്ന് എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായി. തിരുനബി ചോദിച്ചു എന്താ? പറഞ്ഞു ഖബ്ബൽതു ഇംറഅതി വഅന സായിം, നോമ്പുകാരനായിരിക്കും ഞാൻ എൻ്റെ ഭാര്യയെ ചുംബിച്ചിരിക്കുന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമറിനോട് തിരിച്ചൊരു ചോദ്യം, അവലു തമദ്മദ്ത ബിൽമായി വഅൻത സായിം. ഉമർ, നിങ്ങൾ നോമ്പുകാരനായിരിക്കെ വായിൽ വെള്ളം കൊണ്ട് ചുഴറ്റി തുപ്പിയാൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? നോമ്പ് മുറിയുന്ന നോമ്പ് മുറിയില്ലെന്ന് ഉമർ പറഞ്ഞു. നോമ്പ് മുറിയില്ല. വായിൽ വെള്ളം കൊണ്ട് ചുഴറ്റി തുപ്പിയാൽ നോമ്പ് മുറിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഫഫീമ, എങ്കിൽ എന്തിനാണ് നോമ്പ് നോറ്റ് ഭാര്യനെ ചുംബിച്ചതിൻ്റെ പേരിൽ ബേജാറാകണത്, പ്രയാസത്തിലാകണത്? നോമ്പ് മുറിഞ്ഞിട്ടില്ല എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇവിടെ ഒരു ഖിയാസിൻ്റെ സുന്ദര ഉദാഹരണമാണ്. എന്താ വിഷയം? നോമ്പുകാരനായിരിക്കെ ഭാര്യയെ ചുംബിച്ചാൽ നോമ്പ് പോകും എന്നതായിരുന്നു ഉമറിൻ്റെ പക്ഷം. അതിലാണ് ബേജാറ്. നോമ്പിൻ്റെ വിധി എന്ത് ഇനി എന്നത് പ്രയാസം. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിഷയം പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയം മനസ്സിലാക്കി കൊടുത്തത്, നോമ്പുകാരനായിരിക്കെ വായിൽ വെള്ളം കൊണ്ട് ചുഴറ്റി തുപ്പിയാൽ നോമ്പ് മുറിയോ? ഇല്ല. അതുപോലെയാണ് ഈ വിഷയവും. ചുഴറ്റലൊന്ന് ഊക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നോമ്പ് അതടക്കണ്. അതേപോലെ ചുംബനൊന്ന് മുറുകിയാൽ ആ ഒരു വിഷയമുണ്ട്. അതുകൊണ്ടാണ് ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹയോട് നോമ്പുകാരനായിരിക്കെ ചുംബിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിച്ചിരുന്നു. പക്ഷേ റസൂലുള്ള തൻ്റെ വികാരത്തെ എല്ലാവരേക്കാളും നിയന്ത്രിക്കുന്ന ആളായിരുന്നു. അപ്പോൾ തിരുനബി ചുംബിച്ച് വെച്ചിട്ട് പ്രശ്നമല്ല. അതേസമയം വികാരത്തിൻ്റെ വിഷയത്തിൽ നിയന്ത്രണമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല ആ രീതിയിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, പിന്നെ ചിലർ പറഞ്ഞ് വൃദ്ധന്മാരാണെങ്കിൽ ഓക്കെ, വൃദ്ധന്മാരല്ലെങ്കിൽ അത് പാടില്ല. ചിലർ പറഞ്ഞ് പിന്നെ ചുംബിക്കാൻ പാടുള്ളതല്ല, കുറേ മസാലകൾ. ഏതായാലും ഇവിടെ വിഷയം ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് മനസ്സിലാക്കി കൊടുത്ത രീതിയാണ്. അതാണ് ഖിയാസ്. ഒരു ജുഹൈന എന്ന് പറയുന്നൊരു പെണ്ണ് വന്ന് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക്. എന്നിട്ട് ജുഹൈന പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്ന ഉമ്മി മാതത് വഅലൈഹ സിയാമു നദരിൻ. എൻ്റെ ഉമ്മ മരിച്ച്, ഉമ്മ നോമ്പ് നേർച്ചയാക്കാൻ നേർച്ച നേർന്നിട്ടുണ്ട്, നോമ്പ് നോൽക്കാൻ നേർച്ച നേർന്നിട്ടുണ്ട്. അപ്പോൾ നോമ്പ് കടമുള്ളവളായിട്ടാണ് എൻ്റെ അമ്മ മരിച്ചത്. ഞാൻ എന്ത് ചെയ്യും?
അതാണ് ജുഹൈന റസൂലുള്ളാഹിയോട് ചോദിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം, അവലൗ കാന അലാ ഉമ്മികി ദൈനുൻ അഫകുൻതി ഖാദിയതി. ജുഹൈന, നിങ്ങളുടെ ഉമ്മാക്ക് കടമുണ്ടായിരുന്നുവെങ്കിൽ ആ കടം നിങ്ങൾ വീട്ടൂലേ? ഉമ്മ ഒരാൾക്ക് പൈസ കൊടുക്കാണ്ട്, അങ്ങനെയാണ് ഉമ്മ മരിച്ചത്, എങ്കിൽ നിങ്ങൾ ആ കടം വീട്ടൂലേ? അപ്പോൾ ജുഹൈന പറഞ്ഞു, അതെ ഞാൻ വീട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫദൈനുല്ലാഹ് അഹഖു ബിൽ വഫ, അള്ളാഹ്ക്കുള്ള കടമാണ് ഏറ്റവും വീട്ടാൻ അർഹമായ കടം എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ഉമ്മാൻ്റെ പേരിൽ ഉമ്മ നേർന്ന നോമ്പ് അത് വീട്ടാൻ ജുഹൈനയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. ഇവിടെ ഈ മസ്അല ജുഹൈനക്ക് മനസ്സിലാക്കി കൊടുത്തത് എങ്ങനെയാണ്? ഖിയാസിലൂടെയാണ്. എന്താ ഖിയാസ്? ഉമ്മാക്ക് പടപ്പുകൾക്ക് കടം കൊടുക്കാനുണ്ട് എങ്കിൽ അത് മരിച്ചോലും എന്ത് ചെയ്യും? അനന്തരവന്മാർ വീട്ടും. അതേപോലെയാണ് അള്ളാഹുവിനുള്ള കടം, ആ കടം വീട്ടണം എന്നാണ്. ഒരു വ്യക്തി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇതേപോലെ, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ഉമ്മ ഹജ്ജ് നേർച്ചയാക്കിയിട്ടുണ്ട്, പക്ഷേ ഉമ്മ പെട്ടെന്ന് മരിച്ച് ഹജ്ജ് ചെയ്തിട്ടില്ല. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇതേ മറുപടിയാണ്, ഉമ്മാക്ക് കടമുണ്ടായിരുന്നെങ്കിൽ നീ വീട്ടൂല്ലേ? അള്ളാഹിനോടുള്ള കടാണ് വീട്ടാൻ ഏറ്റവും അർഹമായിട്ടുള്ളത്. ഒരു സഹോദരി വന്ന് എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, പ്രവാചകരെ, എൻ്റെ സഹോദരി 2 മാസത്തെ നോമ്പ് നേർച്ചയായി ഉണ്ടായിരിക്കെ, ബാധ്യതയായി ഉണ്ടായിരിക്കാൻ മരിച്ച് എൻ്റെ സഹോദരി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത് ഇതേ മറുപടിയാണ്, ആ സഹോദരിക്ക് കടമുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ വീട്ടൂലേ? അള്ളാഹ്ക്കുള്ള കടമാണ് വീട്ടാൻ ഏറ്റവും അർഹപ്പെട്ടത്. ഇതേപോലെ ഈ സംഭവത്തിൽ വേറെയും ഹദീസുകൾ കാണുവാൻ സാധിക്കും, സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന സംഭവങ്ങൾ. ഇവിടെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഈ ഒരു വിഷയമാണ്. ഒരു മസ്അലയെ മറ്റൊരു മസ്അലയുമായിട്ട് സാധർമ്മ്യം നടത്തുക, താരതമ്യം നടത്തുക, എന്നിട്ട് അതിൻ്റെ വിധി ഈ മസ്അലക്ക് കൂടി ബാധകമാക്കുക എന്നുള്ളത്. ഒരു ഹുക്കുമ് വന്ന മസ്അലയിൽ ആ ഹുക്കുമ് വരാത്ത മസ്അലക്ക് ബാധകമാക്കലാണ്. രണ്ടിൻ്റെയും കാരണം ഒന്നാണെങ്കിൽ, ഇല്ലത്ത് ഒന്നാണെങ്കിൽ. മറ്റൊരു ഉദാഹരണം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഖ്ദിയൽ ഖാദി വഹുവ ഖദ്ബാൻ. ഒരു ഖാദി ജഡ്ജ്മെൻറ്റ് നടത്താൻ പാടില്ല, വിധിക്കാൻ പാടില്ല, അയാൾ ദേഷ്യക്കാരനാണ്, ദേഷ്യം പിടിച്ച അവസ്ഥയിലാണെങ്കിൽ. വഹുവ ഖദ്ബാൻ എന്ന് പറഞ്ഞാൽ വാവ് ഹാലിയാണ്. എന്നാൽ എന്താ? ദേഷ്യം പിടിച്ച അവസ്ഥയിൽ ദേഷ്യക്കാരനാണെങ്കിൽ എല്ലാവർക്കും ദേഷ്യം ഉണ്ടാവും, ദേഷ്യമില്ലാത്ത ആരും ഉണ്ടാവില്ല. അതേസമയം ദേഷ്യം പിടിച്ച അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല? ജഡ്ജ്മെൻറ്റ് പാടില്ല, വിധി പാടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിലക്കി. ഈ ഒരു ഹദീസ് കുറേ ഖിയാസിന് അസ്ലാണ്, അടിസ്ഥാനമാണ്. എങ്ങനെ? എന്തുകൊണ്ടാണ് ദേഷ്യം പിടിച്ച അവസരത്തിൽ വിധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? ദേഷ്യം പിടിച്ചവൻ്റെ മനസ്സ് മുഴുവൻ എന്തായിരിക്കും? ആരോടാണ് ദേഷ്യം? ഓന് നേരെയായിരിക്കും. ആരോടെങ്കിലും ദേഷ്യമുള്ളവനാണ് എങ്കിൽ അവന് നേരെയായിരിക്കും ഇയാളെ മനസ്സ്. അതൊരു ഉമിത്തി നിറച്ച അടുപ്പിൻ്റെ അരിയായിരിക്കും ദേഷ്യമുള്ളവൻ്റെ മനസ്സ്. ഏതേരം പുകഞ്ഞുകൊണ്ടിരിക്കും, അതിങ്ങനെ നീറിക്കൊണ്ടിരിക്കും. അന്യരോട് ദേഷ്യം വെച്ച് പുലർത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് മറ്റോന് ഉപദ്രവള്ളിയിലേറെ ഇവന് ഉപദ്രവകാരിയാണ്. കാരണം എന്താ? ഇവൻ തീ തിന്ന് നീറി തീരെയാണ്. അപ്പം ഇവൻ്റെ മനസ്സ് മശൂലാണ്, വ്യാപൃതാണ്. മറ്റവനോടുള്ള ഇടങ്ങേറിൽ, ദേഷ്യത്തിൽ അത് ബിസിയാണ്. അപ്പോൾ വാദി പറയുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്, തെളിവ് ഹാജരാക്കുന്നുണ്ട്. ഇതൊന്നും കാളിക്ക് എന്തില്ല, ഒരന്തല്ല. കാരണം മൂപ്പര് മനസ്സ് അപ്പുറത്താണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ദേഷ്യമുള്ള ഹാലിൽ, അവസ്ഥയിൽ ഒരു ജഡ്ജി വിധി നടത്താൻ പാടില്ല. കാരണം ഖൽബ് മശൂലാണ്. അപ്പോൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഈ ഒരു അടിസ്ഥാനത്തെ പിടിച്ച് വിശന്ന് പൊരിഞ്ഞ അവസരത്തിൽ ഒരു ഖാദി വിധി നടത്താൻ പാടില്ല. അതേപോലെ തന്നെ മലമൂത്ര വിസർജനത്തിന് ആവശ്യക്കാരനായിരിക്കുക, തിടുക്കക്കാരനായിരിക്കുക ഒരാൾ വിധി നടത്താൻ പാടില്ല.
ഇങ്ങനെ കുറേ മനസ്സ് മശ്ഗൂലാകണ ബിസിയാകണ മനുഷ്യന്മാരായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒരു ഖാദിക്കുണ്ട് എങ്കിൽ ആ അവസ്ഥയിൽ അയാൾ വിധി നടത്താൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പോൾ മലമൂത്ര വിസർജനത്തിന് ആവശ്യക്കാരനായിരിക്കെ ഒരു ഖാദി വിധി നടത്താൻ പാടില്ല എന്നുള്ളതിന് തെളിവെന്താ? തെളിവ് ഖിയാസാണ്. ഖിയാസ്. ആരോട് ഖിയാസ്? ദേശക്കാരനായിരിക്കെ വിധി നടത്താൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ഖിയാസാണ്. വിശന്ന് പൊരിഞ്ഞ് ഇരിക്കുന്ന അവസരത്തിൽ വിധി നടത്താൻ പാടില്ല, ഉറക്കച്ചടവിൽ അവശനായ അവസ്ഥയിൽ ഒരു ഖാദി വിധി നടത്താൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള തെളിവ് ഖിയാസാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ തിരുമൊഴി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള. ഇങ്ങനെ ഖിയാസിൻ്റെ പ്രാമാണികതയെയും അതിൻ്റെ പ്രാധാന്യത്തെയും പ്രസക്തിയെയും ഒക്കെ അറിയിക്കുന്നതായ തെളിവുകൾ നമുക്ക് ധാരാളം കാണുവാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൽ ഒരു സംഭവം അരങ്ങേറി. അതെന്താ? സമുറത്ത് യഹൂദന്മാരിൽ നിന്ന് മദ്യം വാങ്ങും. എന്നിട്ട് ആ മദ്യം സുർക്കയാക്കി മാറ്റി സുർക്ക വിൽക്കും. മദ്യം കള്ളെന്താവും? കള്ള് ഹല്ലാകും. ഖംർ ഹല്ലാകും. ഖംർ മദ്യം, ഹല്ല് സുർക്ക. സുർക്ക അനുവദനീയാണ്. സമുറ എന്താ ചെയ്തിരുന്നത്? ഖംർ വിലക്ക് വാങ്ങും. ആരോട്? ജൂതരോട്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം താമരപ്പൂ പോലെ വെള്ളത്തിലാണ്, ഏതുതരം മദ്യത്തിലാണ്. അപ്പോൾ അവർ മദ്യം ഉണ്ടാവും ഇഷ്ടം പോലെ. അപ്പോൾ എന്ത് ചെയ്തു? അത് അവരിൽ നിന്ന് വാങ്ങിയിട്ട് അതിനെ ഹല്ലാക്കി സുർക്കയാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യും? അത് സുർക്ക വിൽക്കും. ഇത് ഉമർ അറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇത് വിരോധിച്ചതെങ്ങനെ? വിരോധിച്ചത് ഖിയാസിലൂടെയാണ്. എന്താ ഖിയാസ്? ഖിയാസ് ജൂതരുടെ തന്നെ ഒരു മസല. ജൂതന്മാർക്ക് അള്ളാഹു ഷുഹൂം ഹറാമാക്കി. എന്താ ഈ ഷുഹൂം? നെയ്യ്, കൊഴുപ്പ് ഹറാമാക്കി. ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളുടെ തന്നെ കൊഴുപ്പ് ഹറാമാക്കി. കൊഴുപ്പ് ഹറാമാക്കിയപ്പോൾ ജൂതന്മാരെന്ത് ചെയ്ത്? കൊഴുപ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒലി തിന്നണ ഒഴിവാക്കി. പക്ഷെ അവരെന്ത് ചെയ്ത്? അള്ളാഹു ഹറാമാക്കിയ കൊഴുപ്പ് അവരെടുത്തിട്ട് അത് ഉരുക്കിയിട്ട് അത് എണ്ണയാക്കിയിട്ട് വിറ്റ്. എണ്ണയാക്കിയിട്ട് വിറ്റ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനാൽ എന്ത് ചെയ്തു? ജൂതന്മാരെ ശപിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ജൂതന്മാർക്ക് അള്ളാഹുവിൻ്റെ ശാപം. അവർക്ക് മൃഗങ്ങളുടെ ഷഹം, കൊഴുപ്പ് അല്ലെങ്കിൽ ഈ നെയ്യ് അള്ളാഹു ഹറാമാക്കിയപ്പോൾ അവർ നെയ്യ് തിന്നില്ല. പക്ഷെ അവർ ആ നെയ്യ് എടുത്തിട്ട് ഉരുക്കിയിട്ട് അതിൻ്റെ എണ്ണ ആക്കിയിട്ട് അതെന്ത് ചെയ്ത്? അവർ വിറ്റ് കാശാക്കി. അള്ളാഹു ഒരു സംഗതിയെ ഹറാമാക്കിയാൽ അതിൻ്റെ വിലയും ഹറാമാക്കും. ഇതേ പണിയാണ് ഇപ്പോൾ ആര് ചെയ്തത്? സമുറയിൽ നിന്ന് വന്നത്. ഖംർ വാങ്ങി ഖംറായിട്ട് ഉപയോഗിച്ചില്ല, പിന്നെ അതിനെ ഹല്ലാക്കിയിട്ട് എന്ത് ചെയ്ത്? വിറ്റ് കാശാക്കി. ഏതുപോലെ ജൂതന്മാർ ഷഹമ് തിന്നില്ല, പക്ഷേ അതിനെ ഉരുക്കിയിട്ട് അവർ എണ്ണാക്കിയിട്ട് വിറ്റ് കാശാക്കി. ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ചെയ്തിയോട് താരതമ്യപ്പെടുത്തി ഇതിൻ്റെ ഹുക്ം എന്താണോ ആ ഹുക്ം വിധി സമുറയുടെ ഈ ഏർപ്പാടിന് ബാധകമാക്കുകയാണ് ചെയ്തത്. ഇതാണ് ഖിയാസ്. ഇത് മനസ്സിലാകുന്നുണ്ടോ? അതോ ഒന്നായിട്ട് നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നിർത്തണ? നമ്മൾ പിന്നെ വിഷയാധിഷ്ഠിതമായിട്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ പണ്ടൊരു ബാപ്പി മകനും ഒരു ജനാസ കാണാൻ പോയിരുന്നു. ജനാസ കാണാൻ പോയപ്പോൾ ഒരു മകൻ മരിച്ചതാണ്. അതിൻ്റെ അമ്മ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അപ്പം അമ്മ മയ്യത്തിൻ്റെ തലക്കും പുറത്തിരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഓരോന്ന്. അപ്പം മകനോട് പറയണത് എന്താ വെച്ചാൽ, ജനാസനോട് പറയണത് എന്താണെന്ന് വെച്ചാൽ, മകനേ നീ പോകുന്ന സ്ഥലം ഏതാണെന്ന് നിനക്കറിയുമോ? അത് മണ്ണിൻ്റെ വീടാണ്. അവിടെ കരണ്ടില്ല, അവിടെ വെളിച്ചല്ല, അവിടെ ഇരുട്ടാണ്. അവിടെ എനിക്ക് തിന്നാണ്ടോ കുടിക്കാണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇമ്മ പയ്യരം പറയാണ് ഈ മകൻ്റെ അടുത്ത് ഇരുന്നിട്ട്. അതിൻ്റെ ഇടങ്ങേറ് പറയാണ്. അപ്പോൾ ഈ ജനാസ കാണാൻ പോയ വാപ്പി മകനുണ്ടല്ലോ, മകൻ കുട്ടിയാണ്.
കുട്ടി വാപ്പാനെ വിളിച്ചിട്ട് പറയണു, വാപ്പാ നമ്മളെ പെരേക്കാ കൊണ്ടുപോണ്. അതെന്തേ? ഈ ഉമ്മ ഈ ഖബറിനെ കുറിച്ച് പറയുന്ന ഏകദേശം ചിത്രങ്ങളൊക്കെ പെരയിലുണ്ട്. ഇരുട്ടാണ്, കറണ്ടില്ല, തിന്നാല്ല, ഇങ്ങനത്തെ ഒക്കെ മസാലകളുണ്ട്. ഉമ്മ ഖബറിനെ കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയണത് എന്തുകൊണ്ടാണ്? ഉമ്മ അത് മനസ്സിലാക്കിയതുകൊണ്ടാണ്. പക്ഷേ ഈ മകനിത് നമ്മളെ വീട്ടിലേക്ക് താരതമ്യപ്പെടുത്തിയത് ഖബറിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ആർക്കില്ല ഈ മകൻ്റെ അടുത്തില്ല. അതുകൊണ്ടാണ് നമ്മളെ പെരനെ കുറിച്ചാണ് ആ വാപ്പ ഈ പറയണത് എന്ന് ചോദിച്ചു. വിഷയം അതിൻ്റെ ആ രീതിയിൽ ഉൾക്കൊണ്ടില്ല എങ്കിൽ ഇതുപോലത്തെ ഇഷ്കാലുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തിരിഞ്ഞോ മനസ്സിലായോ എന്ന് ചോദിക്കണത്. ഏതായാലും നമ്മളുടെ വിഷയം ഖിയാസാണ്, അതിൻ്റെ പ്രാമാണികതയാണ്. ഖിയാസ് ഇസ്ലാമിൻ്റെ 4ാമത്തെ പ്രമാണമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതരിൽ ഭൂരിഭാഗവും അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്തൊരു വിഷയമാണ്. ദാവൂദ് ഉദ്ദാഹിരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അനുയായികളും ദാവൂദ് ഉദ്ദാഹിരിയുമാണ് ഖിയാസ് പ്രമാണം എന്നതിനെ നിഷേധിച്ചത്. അവർ ഖിയാസിനെ സമ്മതിച്ചില്ല, അതിൻ്റെ പ്രാമാണികതയെ അവർ സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് ഖിയാസിൻ്റെ വിഷയത്തിൽ ഖിയാസ് നിഷേധിച്ചതിനാൽ ദാഹിരിയ പ്രസ്ഥാനക്കാർക്ക് ഉണ്ടായത്, അവർ മുസ്ലിമീങ്ങൾക്ക് സമ്മതിച്ചത്. ഒരു ഉദാഹരണം, ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഈ ഹദീസിൻ്റെ ചില ഭാഗങ്ങൾ ബുഖാരിയിലൊക്കെ ഉണ്ട്. അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ബുർറു ബിൽ ബുർ, അൽ ബുർറു ബിൽ ബുർരി വത്തം അദ്ദഹബു ബിദ്ദഹബി വൽ ഫിദ്ദതു ബിൽ ഫിദ്ദതി വൽ ബുർറു ബിൽ ബുർരി വത്തംറു ബിത്തംരി വശഈറു ബിശഈരി വൽ മിൽഹു ബിൽ മിൽഹ്. മിസ്ലം ബിമിസ്ൽ സവാഅൻ ബിസവാ യദൻ ബിയദ് ഫഇദാ ഇഖ്തലഫത് ഹാദിഹിൽ അജ്നാസ് ഫബീഉ കൈഫ ശിഅ്തും ഇദാ കാന യദൻ ബിയദ്. ഇതാണ് ഹദീസിൻ്റെ നസ്സ്. ഇതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അദ്ദഹബു ബിദ്ദഹബ്, സ്വർണവും കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ, വൽ ഫിദ്ദതു ബിൽ ഫിദ്ദ, വെള്ളിയും കൈമാറ്റം ചെയ്യുകയാണ് എങ്കിൽ, വെള്ളി വാങ്ങി വെള്ളി കൊടുക്കുകയാണ്. കൊള്ളക്കൊടുപ്പുകാർ വെള്ളി കൊടുക്കുന്നു, എന്നിട്ട് വെള്ളി വാങ്ങുന്നു, സ്വർണം കൊടുക്കുന്നു, സ്വർണം വാങ്ങുന്നു. ഇതേപോലെ അൽ ബുർറു ബിൽ ബുർറ്, ഗോതമ്പുമായി കൈമാറ്റം ചെയ്യുന്നു. വശഈർ ബിശഈർ, അല്ലെങ്കിൽ വത്തംറ് ബിത്തംറ്, കാരക്കയും കൈമാറ്റം ചെയ്യുന്നു. അതേപോലെ ഷഈറും ബാർലിയും കൈമാറ്റം ചെയ്യുന്നു. മിൽഹുമായി ഉപ്പുമായി കൈമാറ്റം ചെയ്യുന്നു. ഇങ്ങനെ കൈമാറ്റം ചെയ്യുകയാണ് എങ്കിൽ ഈ വസ്തുക്കൾ 6 വസ്തുക്കൾ, സ്വർണം, വെള്ളി, ഗോതമ്പ്, കാരക്ക, ബാർലി, ഉപ്പ്, ഇവകൾ അന്യോന്യം കൈമാറ്റം ചെയ്യുകയാണ് എങ്കിൽ, ഒരേ വർഗത്തിൽപ്പെട്ടത് അതേ വർഗത്തിൽപ്പെട്ടതുമായിട്ട് കൈമാറ്റം ചെയ്യുകയാണ് എങ്കിൽ, തിരുനബി പറയുകയാണ്, മിസ്ലം ബി മിസ്ൽ, അത് തുല്യത്തിന് തുല്യമായിരിക്കണം, നൂലളവിലായിരിക്കണം. സവാ അംബി സവ, അത് ഇതേ അർത്ഥത്തിൽ തന്നെ, തുല്യത്തിന് തുല്യമായിരിക്കണം, നൂലളവിൽ തുല്യത്തിന് തുല്യമായിരിക്കണം. യദം ബിയദ്, കയ്യോട് കയ്യുമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു സദസ്സിൽ വെച്ചിട്ട് സ്വർണം കൊടുക്കുകയാണെങ്കിൽ അതേ സദസ്സിൽ വെച്ചിട്ട് തന്നെയാണ് സ്വർണം വാങ്ങേണ്ടത്. നൂലളവിലായിരിക്കണം, തുല്യമായിരിക്കണം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ? 6 വസ്തുക്കൾ, സ്വർണം, വെള്ളി, ഗോതമ്പ്, കാരക്ക, ബാർലി, ഉപ്പ്, ഈ വസ്തുക്കൾ അന്യോന്യം കൈമാറ്റം ചെയ്യുകയാണ് എങ്കിൽ നൂലളവിൽ തുല്യമായി കയ്യോട് കൈ കൈമാറണം എന്നുള്ളതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. ഇസ്ലാമിക ലോകത്തെ കർമ്മശാസ്ത്ര പടുക്കൾ പ്രാമാണികർ പറഞ്ഞു, ഇത് ഈ 6 വസ്തുക്കൾക്ക് മാത്രം ബാധകമല്ല, പിന്നെയോ ഈ 6 വസ്തുക്കളെപ്പോലെ ഉള്ള വസ്തുക്കൾ വേറെയുണ്ട്. ഇതേ കാരണമുള്ള വസ്തുക്കൾ. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർണവും വെള്ളിയും കൈമാറ്റം ചെയ്യുമ്പോൾ ഇങ്ങനെ കൈമാറ്റം ചെയ്യണമെന്ന് പറഞ്ഞത്? അതിനൊരു കാരണമുണ്ട്. ആ കാരണമൊത്ത മറ്റ് വസ്തുക്കളും കൈമാറ്റം ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം. സ്വർണത്തിലും വെള്ളിയും കൈമാറ്റം ചെയ്യുമ്പോൾ തുല്യമാകണം, നൂലളവിലാകണം എന്ന് റസൂലുള്ളാഹി പറയാൻ കാരണം എന്താ? ആ ഇല്ലത്ത് നിശ്ചയിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആ ഇല്ലത്തൊത്ത വസ്തുക്കൾക്കൊക്കെ ഇത് ബാധകമാണ്, ഹുക്കുമ് ബാധകമാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമല്ല.
ദാഹിരിയാക്കൾക്കൊഴിച്ച് മറ്റു ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾക്കാർക്കൊഴിച്ച്. സ്വർണവും വെള്ളിയും അത് സമനീയാണ്, അസ്മാനാണ്, വിലയാണ്, സാധനത്തിനുള്ള തുകയാണ്. അപ്പോൾ ഒരു വസ്തുവിന് തുകയായിട്ട് നമ്മളുടെ കയ്യിലുള്ള കാശ് തുക, അത് സ്വർണമാണെങ്കിൽ സ്വർണം, വെള്ളിയാണെങ്കിൽ വെള്ളി, ദീനാറ്, ദിർഹം, അതല്ല ഇനി റിയാലാണ്, രൂപയാണ്, ഡോളറാണ്, മറ്റെന്താകട്ടെ, ഇവകൾ അന്യോന്യം കൈമാറ്റം ചെയ്യുകയാണ് എങ്കിൽ അത് തുല്യത്തിന് തുല്യമായിരിക്കണം, നൂലളവിലായിരിക്കണം, കയ്യോട് കൈയായിരിക്കണം. ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ രൂപയും കൈമാറ്റം ചെയ്യുമ്പോൾ അത് തുല്യമായിരിക്കണം. ദീനാറും കൈമാറ്റം ചെയ്യുമ്പോൾ തുല്യമായിരിക്കണം. മാത്രമല്ല അത് കയ്യോട് കൈയായിരിക്കണം എന്നുള്ളതാണ്. ഖിയാസിനെ നിഷേധിക്കുന്നവർ സ്വർണവും വെള്ളിയും കൈമാറ്റാണ് എങ്കിൽ അതിന് മാത്രമേ എന്തുള്ളൂ, നൂലളവും തുല്യതയും കയ്യോട് കയ്യുള്ളൂ. സ്വർണവും വെള്ളിയും അല്ല മറ്റേതെങ്കിലും ആണെങ്കിൽ ഖിയാസ് പ്രമാണമല്ല എന്ന് പറയുന്നവരുടെ അപകടം, കാശ് കൈമാറ്റം ചെയ്യുകയാണ് എങ്കിൽ കാശായിട്ടുള്ള മറ്റു മാനദണ്ഡങ്ങൾ അത് കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ ഏറ്റക്കുറച്ചിലാകാം എന്നുള്ളതാണ്. അപ്പോൾ 100 കൊടുത്തിട്ട് 1000 വാങ്ങാം എന്ന് വരും. എങ്ങനെയാണെങ്കിൽ ഖിയാസിൻ്റെ പ്രാമാണികത നിഷേധിച്ചാൽ. ഖിയാസ് പ്രമാണമായി അംഗീകരിക്കുമ്പോഴോ സ്വർണവും വെള്ളിയും ഏതൊരു കാരണത്താലാണോ ഏറ്റക്കുറച്ചിൽ പാടില്ല എന്ന് പറഞ്ഞത് അതേ കാരണമുള്ള വസ്തുക്കൾ എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ ഹുക്മ് ബാധകമാണ്. ഇതേപോലെ മറ്റു 4 വസ്തുക്കൾ, ഗോതമ്പ്, കാരക്ക, ബാർലി, ഉപ്പ്. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഈ 4 കാരക്ക, ഗോതമ്പ്, ഉപ്പ്, ബാർലി ഇതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ്. മാത്രമല്ല അത് തൂക്കിയോ അളന്നോ നമ്മൾ വാങ്ങുന്നതാണ്. ഒന്നുകിൽ അളന്ന് വാങ്ങും അല്ലെങ്കിൽ തൂക്കി വാങ്ങും. അപ്പോൾ അളന്നു വാങ്ങുന്ന, തൂക്കി വാങ്ങുന്ന ഭക്ഷ്യവസ്തുക്കൾ അവകൾ അന്യോന്യം കൈമാറ്റം നടത്തുകയാണ് എങ്കിൽ ഈ 4 അല്ല 4-നപ്പുറം ഈ കാരണങ്ങളുള്ള വസ്തുക്കളാണ് എങ്കിൽ അതൊക്കെ എന്തായിരിക്കണം? തുല്യത്തിന് തുല്യമായിരിക്കണം, നൂലളവിലായിരിക്കണം, കയ്യോട് കയ്യായിരിക്കണം എന്നാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഖിയാസിനെ പ്രമാണമായി അംഗീകരിച്ച് പറഞ്ഞത്. അപ്പോൾ ഖിയാസ് പ്രമാണമാണെന്ന് വരണം. ഇപ്പം നെല്ലുമായിട്ട് കൈമാറ്റം ചെയ്യാണ്. ഒരാളടുത്ത് തവളക്കണ്ണം നെല്ല് ഒരു പറണ്ട്, അയാളടുത്ത് റോക്കറ്റ് നെല്ല് ഒരു എടങ്ങാഴിയുള്ളത്. എടങ്ങാഴി ചെറുതല്ലേ? എടങ്ങാഴി 10 എടങ്ങാഴിയാണ് ഒരു പറ. തവളക്കണ്ണ നെല്ല് ഒരു പറണ്ട്, റോക്കറ്റ് നെല്ലോ ഒരെടങ്ങഴിയുള്ളത്. ഇത് കൈമാറ്റം ചെയ്യാൻ പറ്റുമോ? കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? നെല്ലാണ്, അതും നെല്ലാണ്, ഒരേ വർഗമാണ്. കൈമാറ്റം ചെയ്യണമെങ്കിൽ റസൂലുള്ള പറഞ്ഞത് മിസ്ലം ബി മിസിൽ, തുല്യത്തിന് തുല്യമായിരിക്കണം. യദംബി, അത് കയ്യോട് കൈയായിരിക്കണം. കയ്യോട് കൈയുണ്ട്, പക്ഷേ തുല്യത്തിന് തുല്യമല്ല. ഒന്നും അടങ്ങാഴിയുള്ളൂ, മറ്റൊന്ന് പറണ്ട്. അപ്പോൾ ഈ ഇടപാട് നിഷിദ്ധാണ്. തെളിവെന്താ? തെളിവ് ഖിയാസാണ്. കാരണം എന്താ? ബുറിൻ്റെ വിഷയത്തിൽ, ഗോതമ്പിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ഗോതമ്പും കൈമാറ്റം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കയ്യോട് കൈയായിരിക്കണം, അത് നൂലളവിലായിരിക്കണം. ഗോതമ്പും കൈമാറ്റം ചെയ്യുമ്പോൾ കയ്യോട് കയ്യും നൂലളവിലുമാകാൻ റസൂലുള്ള പറഞ്ഞത് അത് ഭക്ഷ്യവസ്തുവാണ്. അത് തൂക്കിയോ അളന്നോ വാങ്ങുന്നതുമാണ് എന്നുള്ളതാണ്. എന്നാൽ ഖിയാസിൻ്റെ പ്രാമാണികതയെ നിഷേധിച്ചവർ അവർക്ക് ഈ ഇടപാട് ഹലാല. കാരണം എന്താ? അവർക്ക് ഇത് നിഷിദ്ധാണെന്നുള്ളതിന് പ്രൂഫില്ല. ഇതേപോലെ കുറേ മസ്അലകൾ, ഈ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ മസ്അലകൾ, പഴയ സ്വർണം പുതിയ സ്വർണവുമായിട്ട് കൈമാറ്റം ചെയ്യുമ്പോൾ അതിൽ പിന്നെ ഖിയാസിൻ്റെ മസാല വരുന്നില്ല, കാരണം സ്വർണമാണല്ലോ. പിന്നെ കുറേ വിഷയങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയതായ വിഷയങ്ങളിലൊക്കെ. ഏതായാലും നമ്മളിവിടെ പറഞ്ഞു വരുന്ന വിഷയം, ഞാൻ ഖിയാസിൻ്റെ പ്രാമാണികതയെ അനിവാര്യമാക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം, അതിനെ നിഷേധിച്ചാൽ അതിനാൽ വരുന്ന അപകടം മനസ്സിലാക്കുവാൻ ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഉബാദ ഇബ്നു സാമിത്ത് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ളതായ ഈ ഒരു ഹദീസിൻ്റെ വെളിച്ചത്തിൽ. അപ്പോൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഇജ്മാഇനെ
ഇസ്ലാമിലെ പ്രമാണമാണെന്നുള്ളത് പ്രാമാണികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഖിയാസിനെയും ഖിയാസ് പ്രമാണമാണ് എന്നുള്ളതിനെ പ്രാമാണികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചിലർ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഉദ്ധരിച്ചാണ് ഖിയാസിൻ്റെ പ്രാമാണികതയെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഫഅ്തബിറു യാ ഉലിൽ അബ്സാർ എന്ന ആയത്തിൻ്റെ വെളിച്ചത്തിൽ ഖിയാസിൻ്റെ പ്രാമാണികതയെ സ്ഥിരീകരിച്ച മുഫസ്സിരീങ്ങളുണ്ട്. അതേപോലെ തന്നെ ഫഇൻ തനാസഅതും ഫി ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ എന്ന ആയത്തിൻ്റെ വെളിച്ചത്തിൽ ഖിയാസിൻ്റെ പ്രാമാണികതയെ സ്ഥിരീകരിച്ച പണ്ഡിതന്മാരുണ്ട്. അൽ ഫഖ്റുർ റാസിയെ പോലുള്ളതായ പണ്ഡിതന്മാർ ഒക്കെ അതിൽ പ്രമുഖരാണ്. ഇവിടെ ഒരു വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ സമയമായി ഇത് നമ്മുടെ ദീനാണ്. ദീനിൻ്റെ അടിസ്ഥാന വിഷയങ്ങളുമാണ്. ഇജ്മാവും ഖിയാസും നമ്മൾ പ്രമാണമായി ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ അതിനാൽ എത്ര മുസീബത്തുകളാണ് ഭവിക്കാനിരിക്കുന്നത് എന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ. ഖിയാസിനെ പ്രമാണമല്ല എന്ന് പറയുന്നവർ അവർക്ക് ആ വിഷയത്തിൽ തള്ളേണ്ടി വരുന്നതായ സ്ഥിരപ്പെട്ടതായ ദീനിൻ്റെ കുറേ വിഷയങ്ങൾ അതൊക്കെ മനസ്സിലാക്കാനുള്ളതായ ചില ഉദാഹരണങ്ങളാണ് ഇവിടെ എടുത്ത് ഉദ്ധരിക്കുകയുണ്ടായത്. നമ്മൾ ദീനിനെ പഠിക്കുവാൻ സജീവമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതിനുള്ള താല്പര്യം കാണിക്കേണ്ടതുണ്ട്. കാരണം ആളുകളുടെ അജ്ഞതയെ മുതലെടുക്കുന്ന ചില ചൂഷകന്മാർ പൊതുനിരങ്ങളിൽ ആളുകളുടെ ആദർശത്തെ വേട്ടയാടുന്ന ഒരു ദുരന്ത യുഗത്തിലാണ് നമ്മളുള്ളത്. ഒരാൾ വിവരക്കേടിൽ വിരാജിക്കുവാൻ താല്പര്യമുള്ളവനാണെന്നറിഞ്ഞാൽ അവിടെയാണ് ഈ മുസീബത്തുകൾ അവരുടെ വലയേറിയണത്. അതുകൊണ്ട് വിവരക്കേട് കേട്ട് അതിൽ ദുശ്ശാഠ്യമുള്ളവരായി പല സഹോദരങ്ങളെയും നമ്മൾ കാണണം. നമ്മുടെ ഈ വേദികളെ അലങ്കരിച്ചിരുന്ന പലരും ഇന്ന് നമ്മളോടൊപ്പമില്ല എന്നുള്ളത് ഖേദകരമാണ്. നമ്മുടെ ഈ വേദികളിൽ യഥാർത്ഥത്തിൽ പല മുഖങ്ങളും നമുക്ക് നഷ്ടപ്പെട്ട്, കാരണം പലരും പല വിവരക്കേടിലും അകപ്പെട്ട് വിവരക്കേടിൻ്റെ വാക്താക്കൾ ഓതുന്ന വസ്വാസുകളിൽ അവർ വശീകൃതരായിട്ട് അവരുടെ ആദർശത്തെ പാഴാക്കി ആഖിറം പോലും പാഴാക്കപ്പെടുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇരുട്ടിനെ ചീത്തറിഞ്ഞിട്ട് കാര്യമല്ല. ഇരുട്ട് പോകാൻ നമ്മൾ വെളിച്ചം കത്തിച്ചു വെക്കേണ്ടതുണ്ട്. ആ വെളിച്ചം അത് അറിവാണ്, ദീനിനുള്ള പാണ്ഡിത്യമാണ്, മതപരമായിട്ടുള്ളതായ വിജ്ഞാനമാണ്. ഈ വിവരദോഷികൾ ദീനിൻ്റെ പേരിൽ പറഞ്ഞിടുന്നതായ വിവരക്കേടുകളുടെ ആഴമറിയാൻ നമുക്ക് പല ഉദാഹരണങ്ങൾ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലുണ്ട്. തികഞ്ഞ വിഡ്ഢിത്തങ്ങൾ പറയുക, എന്നിട്ട് പല ആളുകളും സാധുക്കളായ മനുഷ്യന്മാർ അതിൻ്റെ കെണിയിലകപ്പെടുക എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള വസ്തുത. ഒരു വിവരക്കേടിൻ്റെ അമ്മിക്ക് താഴെ ഒരാൾ കൊണ്ടുപോയി തൻ്റെ തല പണയം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ അതിൽ നിന്ന് തിരുത്താൻ വരെ വളരെ പ്രയാസമാണ്. എത്ര ആളുകളാണ് പറഞ്ഞാൽ ഉൾക്കൊള്ളാത്ത, പറയാൻ ഒരു മനസ്സ് വരെ തുറന്നു തരാതെ പിന്നെ തിരിഞ്ഞു പോകുന്ന എത്ര ആളുകൾ. ഒരു കാര്യം, ചെറിയ വിഷയങ്ങൾ പോലും മസാലകൾ പോലും വന്ന് അന്വേഷിച്ച് അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്തിരുന്ന ആളുകൾ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ പോലും ഞങ്ങൾക്കത് അറിയണ്ട എന്ന് പറഞ്ഞ് വിമുഖരാകുന്ന വിരക്തരാകുന്ന ഒരു ദുസ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹിദായത്ത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഈ ദീന് നമുക്ക് വേണം. ഈ ദീനിൻ്റെ ഹിദായത്തിലൂടെ വഴി നടന്നാലാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാകുക. അതുകൊണ്ട് നമുക്ക് ഈ ദീനിനെ വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതിലില്ലെങ്കിലും അള്ളാഹു ഈ ദീനിനെ നിലനിർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് ഈ ദീനിനെ നിലനിർത്തിയവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ ഒരാൾ വേറെ ആരാണുള്ളത്? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഈ സത്യദീനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തും. അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള രക്ഷാമാർഗമാണ് ഈ ദീൻ. അതുകൊണ്ട് നമ്മൾ ദീൻ പഠിക്കുക. നേരത്തെ ഷെയ്ഖ് അബ്ദുൽ വാഹിദ് ഹഫിളഹുല്ല ഉണർത്തിയതുപോലെ പലരും പലരുടെയും പിന്നാലെയാണ്, പല കക്ഷികളുടെയും പിന്നാലെയാണ്. വസ്തുനിഷ്ഠമായിട്ട് വിഷയങ്ങൾ പഠിക്കുവാനോ വ്യക്തിവിദ്വേഷങ്ങളും അതേപോലെ തന്നെ വ്യക്തി താല്പര്യങ്ങളും ഇതൊക്കെ മാറ്റിവെച്ചതിന് ശേഷം തൻ്റെ ഒരു പരലോക രക്ഷക്കും മോക്ഷത്തിനും എന്ന നീയത്തിൽ ഒരു വിഷയം പഠിക്കുവാൻ പോലും പലരും മനസ്സ് കാണിക്കാത്ത ഈ ഒരു യുഗത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മസ്അല ഉദിച്ചാൽ, ഒരു മസ്അല പറയപ്പെട്ടാൽ നല്ല നീയത്തിൽ അതറിയുവാൻ, മനസ്സിലാക്കുവാൻ നമ്മൾ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഉണർത്തുവാനുള്ളത്. ഈ പക്ഷപാതിത്വം അത് നമുക്ക് അന്ധത ഉണ്ടാക്കും. ആ അന്ധത നമ്മളെ അന്ധകാരത്തിൽ വഴി നടത്തുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഈ സത്യദീനിൽ നമുക്കെല്ലാവർക്കും ഇസ്തിഖാമത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മരണം വരിച്ച് അവനെ കണ്ടുമുട്ടുന്ന സമയം വരേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാൽപാദങ്ങളെ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അള്ളാഹു ഈ ദുനിയാവിലെ നമ്മുടെ സമയങ്ങളിൽ നമ്മുടെ ഏറ്റവും നല്ല സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ മരണപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ഒരു സഹോദരൻ്റെ പ്രയാസം അറിയിച്ച് അള്ളാഹു അദ്ദേഹത്തിന് ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് നമുക്കും സൗഖ്യമേകുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അദ്ദേഹത്തിന് നമുക്കും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമ നൽകുമാറാവട്ടെ. നമുക്ക് നമ്മുടെ മക്കളിലും ഇണകളിലും അള്ളാഹു കൺകുളിർമ നൽകുമാറാവട്ടെ. അള്ളാഹു ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ അയൽവാസിയാക്കി അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൻ്റെ ഉന്നതകളിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാക അഅദാഅൽ മില്ലത്തി വദ്ദീൻ. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.